ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. നമ്മുടെ ദക്ഷിണ ലേണിംഗ്സിന്റെ തീം ബേസ്ഡ് അപ്രോച്ചിലെ IR സെക്ഷനാണ് ഇന്ന് എടുക്കുന്നത്. എൻ്റെ പേര് ഗംഗ. ഞാൻ കൈകാര്യം ചെയ്യുന്നത് ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്. സോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പ്ലേസസ് ആൻഡ് ന്യൂസ് ആൻഡ് സ്പെസിഫിക് ഡെവലപ്മെന്റ്സ് ഇൻ കൺട്രീസ് എന്ന ടോപ്പിക്കാണ്. എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ കുറെ UPSC PYQ ക്വസ്റ്റ്യൻസ് കാണിക്കും. അതിൽ നിന്നുള്ള UPSC റെപ്പറ്റേറ്റീവ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന മേഖല നോക്കിയിട്ട് അതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ഡിസ്കഷൻ പിന്നെ കാണിക്കും. എന്നിട്ട് നമ്മൾ തിരിച്ചു വന്ന ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. സോ നിങ്ങൾക്കൊരു കോംപ്രിഹെൻസീവ് വ്യൂ കിട്ടും, എന്താണ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്ത് ടോപ്പിക്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളത്. അതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. സോ ഇതൊരു മെയിൻസ് പെർസ്പെക്റ്റീവിലായിരിക്കില്ല നമ്മൾ പോകുന്നത്, പ്രിലിംസ് പെർസ്പെക്റ്റീവിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തേക്കണേന്ന് വെച്ചാൽ, ഞാൻ മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, ഏഷ്യ, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഇങ്ങനെയാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ആദ്യം നമുക്ക് മിഡിൽ ഈസ്റ്റിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 2014 ക്വസ്റ്റ്യൻ ആണ് കാണുന്നത് നിങ്ങൾ. ആദ്യം അറബ് സ്പ്രിങ്ങിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് റീജിയൻസ് മെൻഷൻഡ് ഇൻ ന്യൂസും അത് ഏത് കൺട്രീനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. 2015 എടുക്കുകയാണെങ്കിൽ ഗോലൻ ഹൈറ്റ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ മെഡിറ്ററേനിയൻ സീ ഓപ്പൺ ചെയ്യാത്ത ഏത് കൺട്രിയാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം വന്നിരിക്കുന്നത്. 2016 ചോദിച്ചിരിക്കുന്നത് കമ്മ്യൂണിറ്റീസ് മെൻഷൻഡ് ഇൻ ന്യൂസും അത് ഏത് കൺട്രീനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതും. രണ്ടാമത്തെ ചോദ്യം ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിലെ മെമ്പർ അല്ലാത്തത് ഏത് കൺട്രിയാണെന്നാണ്. ഈ ക്വസ്റ്റ്യൻസ് കണ്ട് പേടിക്കണ്ട, കാരണം നിങ്ങൾക്ക് തോന്നുന്നു ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിലെ എല്ലാ മെമ്പറും ഒക്കെ നമ്മൾ ഇനി ഇരുന്ന് പഠിക്കണമെന്നല്ല. അങ്ങനെയല്ല, നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യും. ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനും സിനാരിയോസും ഇവര് തമ്മിലുള്ള കോൺഫ്ലിക്ട്സും ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എങ്ങനെ എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിൽ എത്താമെന്നുള്ളത്. അടുത്തത് 2017 ചോദ്യമാണ് ചാബഹാർ പോർട്ടിനെ കുറിച്ച്. 2018 വരുമ്പോഴത്തേക്കും 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പാറ്റേൺ കാണാം. 2 സ്റ്റേറ്റ് സൊല്യൂഷൻ മെൻഷൻഡ് ഇൻ ദ ന്യൂസ് കാണാം. 37ാമത്തെ ചോദ്യവും ടൗൺസ് മെൻഷൻഡ് ഇൻ ദ ന്യൂസും കൺട്രി അസോസിയേറ്റഡും. അടുത്ത 2022 എടുക്കുകയാണെങ്കിലും ലെവാൻഡും വിച്ച് ഈസ് ഓഫൻ ഹേർഡ് ഇൻ ദ ന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 87ാമത്തെ ചോദ്യം എടുക്കുകയാണെങ്കിലും രാജ്യം ഏതാണെന്നും അത് ന്യൂസിൽ എന്തുകൊണ്ട് വന്നു എന്നുള്ളതുമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കറണ്ട് അഫയേഴ്സ് നല്ലൊരു രീതിയിൽ നിങ്ങൾ ഇന്റർനാഷണൽ റിലേഷനിൽ പിന്തുടരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. 2023 അത് തന്നെയാണ്. കോൺഫ്ലിക്ട് ഏതാണ്, കൺട്രി അസോസിയേറ്റഡ് ഏതാണ്, പിന്നെ ചോദിച്ചിരിക്കുന്നത് ഇസ്രയേലാണ്. അതായത് ആ വർഷം ഏതാണോ ന്യൂസിൽ നിറഞ്ഞിരിക്കുന്നത് അതിന് പിക്ക് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആദ്യം നമ്മൾ മിഡിൽ ഈസ്റ്റ് ആണ് ഞാൻ പറഞ്ഞു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. മിഡിൽ ഈസ്റ്റ് എന്താണ്? മിഡിൽ ഈസ്റ്റ് നമുക്ക് തുടങ്ങാം. മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ റീജിയൻ ആണ് വിച്ച് എൻകോംപസസ് ദി അറേബ്യൻ പെനിൻസുല. ഇതാണ് അറേബ്യൻ പെനിൻസുല. എൻകോംപസസ് ദി അറേബ്യൻ പെനിൻസുല. ദ ലെവാൻഡ് ഏരിയ, ഇതാണ് ലെവാൻഡ് ഏരിയ എന്ന് പറയുന്നത്. ടർക്കി, ഈജിപ്റ്റ് ആൻഡ് ഇറാൻ, ഈ ഒരു ഏരിയനെയാണ് നമ്മൾ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. സോ ആദ്യം നമ്മുടെ ഫോക്കസ് മിഡിൽ ഈസ്റ്റിലായിരിക്കും. എന്താണ് ലെവാൻഡ് ഏരിയ? ലെവാൻഡ് എന്ന് പറയുന്നത് 4 കൺട്രീസ് കൂടുന്നതാണ്. അതൊരു ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ സീ കോസ്റ്റിൽ വരുന്ന കൺട്രീസിനെയാണ് നമ്മൾ ലെവാൻഡ് റീജിയൻ എന്ന് പറയുന്നത്. ഇപ്പൊ സിപ്രസ് ഉണ്ട്, സിറിയ ഉണ്ട്, ലെബനൻ ഉണ്ട്, ഇസ്രയേൽ ഉണ്ട്, ജോർദൻ ഉണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും സിറിയ ആയാലും ലെബനൻ ആയാലും ഇസ്രയേൽ ആയാലും ജോർദൻ ആയാലും കംപ്ലീറ്റ്ലി കോൺഫ്ലിക്റ്റഡ് ഏരിയാസ് ആണ്. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, എക്കണോമിക് ക്രൈസിസ് തൊട്ട് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒക്കെ നടക്കുന്ന ഒരു റീജിയൻ ആണ് ഇത് ലെവാൻഡ് റീജിയൻ. സോ അതിൽ ഓരോ ഏരിയയും നമ്മുടെ UPSCക്ക് പ്രിയപ്പെട്ടതാണ്. നമ്മൾ ആദ്യം പോകുന്നത് സിറിയയിലോട്ടാണ്. വൈ സിറിയ? സിറിയ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സിറിയയുടെ ബോർഡറിംഗ് കൺട്രീസ് ആ ടർക്കി, ഇറാഖ്, ജോർദൻ, ലെബനൻ, ഇസ്രയേൽ. ഇത്രയാണ് സിറിയയുടെ ബോർഡറിംഗ് കൺട്രീസ് എന്ന് പറയുന്നത്. ആൻഡ് സിറിയയിലെ ഈ കാണിക്കുന്ന വ്യക്തിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഹീസ് ബസർ അൽ അസദ്. അയാളുടെ അച്ഛൻ ഹഫീസ് അൽ അസദ് ആയിരുന്നു കഴിഞ്ഞ 30 വർഷം സിറിയ റൂൾ ചെയ്തിരുന്നത്. ആൻഡ് ദെൻ 2001 he came to power. Both him and his father was an authoritarian ruler. So 2024 വരെ ബസർ അൽ അസദ് ആയിരുന്നു റൂളർ. ആൻഡ് he died in a recent car explosion in 2024 December. And a new regime has come and we should look at it, how it is going to shape the geopolitical situation in Syria. So Arab Spring സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 2011 ടുണീഷ്യയിൽ വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ആകുന്നത്. പിന്നീട് അത് ഓരോ റീജിയനിലോട്ട് സ്പ്രെഡ് ആയിട്ട് സിറിയയിലും എത്തുന്നുണ്ട്. സിറിയയിൽ എത്തുന്നത് ഏകദേശം മാർച്ച് 2011 സിറിയയിൽ എത്തുന്നത്. ആ സമയം ബഷർ അൽ അസദ് ആയിരുന്നു റൂളിംഗ് പാർട്ടിയിൽ ഉണ്ടായിരുന്നത്. എന്താണ് സംഭവിച്ചത്? 4
അഫ്കോഴ്സ് ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കും. ബഷർ അൽ അസദും അത് തന്നെ ചെയ്തു. ഒരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ആയിട്ടാണ് സിറിയയിൽ അത് തുടങ്ങിയതെങ്കിലും പിന്നീട് അതൊരു വയലന്റ് പ്രൊട്ടസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. അതിനുവേണ്ടി ഇയാള് അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ വയലൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് സിറിയയിൽ ഒരു വൈഡ് ലോങ് ആയിട്ടുള്ള ഒരു സിവിൽ വാറിലോട്ട് നയിക്കുന്നുണ്ട്. ടിൽ നൗ സിറിയ ഈസ് ഇൻ എ സിവിൽ വാർ ബിക്കോസ് ഓഫ് ദിസ് അറബ് സ്പ്രിംഗ്. ആൻഡ് ഒരു കാര്യമുള്ളത്, ഇത് ഒരു സിറിയയിലെ എത്നിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് ഇടയിൽ മാത്രം ഒതുങ്ങിക്കൂടിയ ഒരു വയലന്റ് ഇറപ്ഷൻ മാത്രമല്ല, ഒരു ക്ലാഷ് മാത്രമല്ല. ഇതിൽ പല റീജിയണൽ ആൻഡ് ഗ്ലോബൽ പ്ലെയേഴ്സ് ഇതിനൊരു റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇറാൻ ഒരു റോളുണ്ട്, സൗദി അറേബ്യയ്ക്ക് റോളുണ്ട്, USA റോളുണ്ട്, റഷ്യക്ക് റോളുണ്ട്. എന്തുകൊണ്ട് ഓരോ രാജ്യങ്ങളും അവരുടേതായ ജിയോ പൊളിറ്റിക്കൽ പൊസിഷൻസ് സിറിയയിൽ നേടാൻ വേണ്ടി ആഗ്രഹിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യം. അതിനൊരു ഉത്തരം കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്ട്രഗിൾ ഫോർ പവർ. റീജിയണൽ പവർ ആവട്ടെ, ഗ്ലോബൽ പവർ ആവട്ടെ. എനിവേ, കമ്മിങ് ബാക്ക് ടു സിറിയയിൽ സിറിയൻ സിവിൽ വാർ കാരണം 4 സൈഡാണ് രൂപപ്പെടുന്നത്. ഒന്ന് അസദ് ഗവൺമെന്റിന്റെ സൈഡ്, വിച്ച് അസദ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം പറയേണ്ടത്, സിറിയ എന്ന് പറയുന്ന ഒരു ഷിയ മുസ്ലിം മൈനോറിറ്റിയാണ്, ബട്ട് സുന്നി മുസ്ലിം മെജോറിറ്റി ആണ്. സുന്നി മുസ്ലിം മെജോറിറ്റി ആണെങ്കിൽ പോലും റൂൾ ചെയ്യുന്നത് ഷിയ മൈനോറിറ്റിയാണ്. അസദ് ഒരു ഷിയ മൈനോറിറ്റി പാർട്ടീനെയാണ് ലീഡ് ചെയ്യുന്നത്. ആൻഡ് ഇറാൻ ഇസ് എ ഷിയ കൺട്രി. സോ ഇറാൻ സപ്പോർട്ട്സ് ഹൂം? അസദ്. അത് കഴിഞ്ഞിട്ട് സുന്നി കൺട്രീസ് ഉണ്ട്, സൗദി, ഖത്തർ, കുവൈറ്റ് ഒക്കെ എന്താണ്, ഒരു സുന്നി മെജോറിറ്റേറിയൻ കൺട്രിയാണ്. സോ ദാറ്റ് ഫോംസ് ദി സെക്കൻഡ് ഗ്രൂപ്പ്. തേർഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് അവിടെ തന്നെയുള്ള റിബൽ ഗ്രൂപ്പ്സ് ആണ്. മൂന്നാമത്തത് ISIS ഫോം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അറബ് സ്പ്രിങ്ങിന്റെ പിന്നീടുള്ള സമയങ്ങളിൽ അത് എന്തായിട്ട് മാറുന്നു, ഒരു വയലന്റ് പ്രൊട്ടസ്റ്റിലോട്ട് മാറിയും അത് ISIS രൂപപ്പെടാനുള്ള ഇതിലോട്ട് ചെന്നെത്തുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ഫോർത്ത് ഇസ് ദി കുർദിഷ് ഗ്രൂപ്പ്. അപ്പം ഈ 4 ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ ഏകദേശം you will understand the geopolitics which happen not only in Syria but also in Iraq or Iran or Israel. You will get an idea why this is happening. So ഇങ്ങനെ 4 സൈഡായിട്ട് തിരിയുന്നു, അവരെ തമ്മിൽ അടിയായിരുന്നു. ആൻഡ് അറ്റ് ലാസ്റ്റ് അസദ് ഗവൺമെന്റ് ആണ് ഇപ്പോഴും പവർ. ബട്ട് 2024 he died in a car explosion and we have to see what happened to Syria next. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഇതിലൊരു സ്റ്റേക്ക് ഉണ്ടെന്ന്. ഇറാന്റെ സ്റ്റേക്ക് നമ്മൾ പറഞ്ഞു, റഷ്യയുടെ സ്റ്റേക്ക് നമ്മൾ പറഞ്ഞു, US-ൻ്റെത് ISIS ടെററിസ്റ്റ് ഓർഗനൈസേഷനും മിലിറ്റന്റ് ഗ്രൂപ്പ്സിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് US-ന്റെ സ്റ്റേക്ക്. ടർക്കി വന്നു, ടർക്കിന്റെ കുർദിഷ് ഫോഴ്സസിനെ ഫോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ എയിം. സൗദി അറേബ്യയും ഇതും സുന്നി ഷിയ റിബലിംഗ് കാരണമാണ് ഇൻക്ലൂഡ് ആവുന്നത്. സോ ഇറ്റ്സ് എ ചെസ് ബോർഡ് ഓഫ് ഗ്ലോബൽ പവർ, റൈറ്റ്? പക്ഷെ ഇത് ഇത്രയും ഞാൻ ഈ കഥ ഫുൾ പറഞ്ഞത് ഇതൊരു മെയിൻസ് പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഇതൊരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഇത്രയും കഥ നിങ്ങൾക്ക് ആവശ്യമില്ല. പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ആവശ്യം പ്ലേസസ് ഇൻ ന്യൂസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. പക്ഷെ പറയാൻ കാരണം, മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ പറയാൻ കാരണം, ഇനി അങ്ങോട്ട് എടുക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കണക്ട് ആകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കഥ വെച്ച് തുടങ്ങിയത്. ബഷർ അൽ അസദിന്റെ കഥയും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ സിറിയയിൽ നടക്കുന്നുള്ളതും എന്തുകൊണ്ട് സിറിയൻ സിവിൽ വാർ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുള്ളതും. സോ നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലേസസ് ഇൻ ന്യൂസ്, സിറിയയിലെ പ്ലേസസ് ഇൻ ന്യൂസ് വെച്ചിട്ടാണ്. കാരണം പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഏറ്റവും ആവശ്യം പ്ലേസസ് ഇൻ ന്യൂസ് തന്നെയാണ്. മെയിൻസ് പെർസ്പെക്റ്റീവ് ആണ് ഇത്രയും നേരം പറഞ്ഞത്, കഥ പറഞ്ഞ പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നമുക്ക് പ്ലേസസ് ഇൻ ന്യൂസ് നോക്കാം. ഈ മാപ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, അലപ്പോ കാണാം, ഇഡ്ലിബ് ഇവിടെ കാണാം, പിന്നെ ഹോംസ് ഇവിടെ കാണാം, ഡമാസ്കസ് റീജിയൻ ഉണ്ട്, ക്യുനേത്ര റീജിയൻ ഉണ്ട്. ഇതില് ഇഡ്ലിബും അലപ്പും ഒക്കെ ഫ്രീക്വന്റ്ലി ന്യൂസിൽ കാണുന്ന പ്ലേസസ് ആണ്. അതേപോലെ ഗോലൻ ഹൈറ്റ്സ് നമ്മൾ ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്ട് നടക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയും ഗോലൻ ഹൈറ്റ്സിനെ കുറിച്ച്. പിന്നെ സിറിയൻ ഡെസേർട്ടിലാണ് ബെഡോയിൻ ട്രൈബ്സ് വരുന്നത്. അത് നമ്മുടെ ജോഗ്രഫി ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് ഈ ബെഡോയിൻ ട്രൈബിനെ കുറിച്ച്. പിന്നെ ഉള്ളതാണ് കുർദിഷ് റീജിയൻ എന്ന് പറഞ്ഞാൽ കുഡ്സ് എന്ന് പറയുന്നത് ഒരു എത്നിക് ഗ്രൂപ്പാണ്, ഇറാഖിലെ ഒരു എത്നിക് ഗ്രൂപ്പാണ്. പിന്നീട് അത് കുർദിസ്ഥാൻ എന്ന് പറഞ്ഞൊരു മൂവ്മെന്റിലോട്ടൊക്കെ നയിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ പറയുന്നതാണ്. ആൻഡ് അലവൈറ്റ് കോസ്റ്റൽ റീജിയൻ, ഈ ഒരു ഏരിയയിലാണ് അലവൈറ്റ് കോസ്റ്റൽ റീജിയൻ എന്ന് നമ്മൾ പറയുന്ന ഏരിയ വരുന്നത്. യാർമുക്ക് എന്ന് പറയുന്നത് പലസ്തീനിയൻ റെഫ്യൂജി സെന്റർ ആണ്. സിറിയയിലുള്ള ഏറ്റവും ലാർജസ്റ്റ് റെഫ്യൂജി സെന്റർ ആണ്. അത് വരുന്നത് ഡമാസ്കസ് റീജിയനിലാണ് യാർമുക്ക് വരുന്നത്. പിന്നെ വരുന്നത് പൽമൈറ റീജിയൻ ഫോസ്ഫേറ്റിന് ഫേമസ് ആണ്. അത് വരുന്നത് ഹോംസ് റീജിയനിലാണ്. ആൻഡ് ദെൻ സറാക്കിപ്പ് വരുന്നത് നമ്മുടെ ഈ ഒരു ഇറ്റ്ലിസ് ഏരിയയിലാണ് സറാക്കിപ്പ് വരുന്നത്. സോ ഇതൊക്കെയാണ് സിറിയയിൽ ഓഫൺ ആയിട്ട് മെൻഷൻ ചെയ്യുന്ന പ്ലേസസ്. ഏതൊക്കെയാണ്? ഡമാസ്കസ്,
അലപ്പ് ഉണ്ട്, ഇഡ്ലിബ് ഉണ്ട്, ഹോംസ് ഉണ്ട്, സാറാക്യൂബ് ഉണ്ട്, അലവൈറ്റ് ഉണ്ട്, യാർമുക്ക് ഉണ്ട്, പൽമൈറ റീജിയൻ. സോ നമ്മൾ ഏകദേശം സിറിയനെ കുറിച്ച് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം. നെക്സ്റ്റ് വൺ ഇസ് ജോർദനും ലെബനനും. ജോർദനും ലെബനനും സിറിയയുമായിട്ട് ബോർഡർ ഉണ്ട്. നമ്മൾ ലെബനനെ എടുക്കുകയാണെങ്കിൽ ലെബനന്റെ മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, മെഡിറ്ററേനിയൻ സീയിലോട്ട് ലെബനന് ഓപ്പണിംഗ് ഉണ്ട്. സിറിയയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട് ലെബനൻ. പിന്നെ ഇസ്രയേലുമായിട്ടും ലെബനൻ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ലെബനനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബെക്ക വാലിയാണ്. ബെക്ക വാലി നോക്കിക്കഴിഞ്ഞാൽ അറിയാം ലെബനനിൽ ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്. അതുപോലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ക്രോസിങ്സ് വരുന്നത് ജുസൈയ ക്രോസിങ്ങും മസ്ന ക്രോസിങ്ങും. ഇത് രണ്ടും ന്യൂസിൽ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. ഏതൊക്കെയാ? ജുസ്നിയ ക്രോസിങ്ങും മസ്ന ക്രോസിങ്ങും ബെക്ക വാലിയും. ഇത് മൂന്നുമാണ് ലെബനനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്. അത് കഴിഞ്ഞ് നമുക്ക് ജോർദനിൽ പോവാം. ജോർദനിൽ വരുമ്പോൾ ജോർദനിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, മാപ്പ് ക്ലിയർ ആണോ എന്നറിയില്ല, ബട്ട് ഇവിടെ ഒരു ഗോലൻ ഹൈറ്റ്സ് കാണാം. അത് കഴിഞ്ഞ് സിറിയൻ ഡെസേർട്ട്, നമ്മൾ സിറിയയിൽ പറഞ്ഞു സിറിയൻ ഡെസേർട്ടിന്റെ കാര്യം. ആൻഡ് ദെൻ യു ക്യാൻ സീ അമൻ ഹിയർ. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോർദൻ റിവർ കാണാം. ജോർദൻ റിവർ സീ ഓഫ് ഗലീലി കഴിഞ്ഞ് ജോർദൻ റിവർ വീണ്ടും ഫ്ലോ ചെയ്ത് ഡെഡ് സീയിൽ വെച്ച് എൻഡ് ആവും. സോ വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം, ജോർദൻ സീ എക്സിറ്റ് ചെയ്യുന്നത് റെഡ് സീയിലാണോ എന്നുള്ളത്. അല്ല, ജോർദൻ സീ റെഡ് സീയിൽ അല്ല എക്സിറ്റ് ചെയ്യുന്നത്. ജോർദൻ സീ എൻഡ് അറ്റ് ഡെഡ് സീ. അത് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ജോർദൻ റിവർ എക്സിറ്റ് അറ്റ് ഡെഡ് സീ. ആൻഡ് ജോർദൻ റിവർ ആണ് ഇസ്രയേലിനെയും ജോർദനെയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ആക്ട് ആസ് എ ബോർഡർ ഓൾസോ. ആൻഡ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്രോസിംഗ് പറയുന്നത് നസീബ് ക്രോസിങ്ങും കുനേത്ര ക്രോസിംഗും ആണ്. സോ നസീബ് ക്രോസിങ്ങിനെ കുറിച്ച് പിന്നെ വേറൊരു പേരാണ് ജബൈർ ക്രോസിംഗ് എന്ന് പറയും. നസീബ് ക്രോസിന്റെ വേറൊരു പേരാണ് ജബൈർ ക്രോസിംഗ്. സോ നസീബ് ക്രോസിംഗ്, കുനേത്ര, ജോർദനിൽ വേറെ പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഏരിയ ഇർബിട്ട, പിന്നെ ജോർദൻ വാലി നമ്മൾ പറഞ്ഞു, പിന്നെ സിറിയൻ ഡെസേർട്ട് ആൻഡ് ഗോലൻ ഹൈറ്റ്സ്. ഇത്രയാണ് ജോർദനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ ജോർദൻ കവർ ചെയ്തു, സിറിയ കവർ ചെയ്തു, ലെബനൻ കവർ ചെയ്തു. നമ്മൾ ഇനി പോകുന്നത് ഇറാനിലോട്ടാണ്. അപ്പൊ ഇറാന്റെ ഫിസിക്കൽ മാപ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാഗ്രസ് മൗണ്ടൻ കാണാൻ പറ്റും. ഹിയർ നിങ്ങൾക്ക് സാഗ്രസ് മൗണ്ടൻ കാണാൻ പറ്റും. സാഗ്രസ് മൗണ്ടൻ, പിന്നെ കാസ്പിയൻ സീയില് ബോർഡർ ഉണ്ട്, പേർഷ്യൻ ഗൾഫ് ആൻഡ് സ്ട്രേറ്റ് ഓഫ് ഹോമസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് വൈ ഇറാൻ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മിഡിൽ ഈസ്റ്റ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇറാൻ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നത്? ഇറാൻ സ്ട്രേറ്റ് ഓഫ് ഹോമസ് ചോക്ക് പോയിന്റ് കൈകാര്യം ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഇറാൻ. ഏകദേശം 20% ഓയിലിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഓയിൽ പാസസ് ടു സ്ട്രേറ്റ് ഓഫ് ഹോമസ്. സോ സ്ട്രേറ്റ് ഓഫ് ഹോമസ് ഒരു ചോക്ക് പോയിന്റ് ആണ്. ആ ചോക്ക് പോയിന്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു രാജ്യം എന്നുള്ള രീതിയിൽ ഇറാൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് വേറൊരു കാര്യമുള്ളത്, ഇറാൻ ഞാൻ പറഞ്ഞു ഇറാൻ ഒരു ഷിയ മുസ്ലിം മെജോറിറ്റി കൺട്രി ആണ് എന്നുള്ളത്. അതുമാത്രമല്ല ഇറാനും USA തമ്മിൽ നല്ല രീതിയിൽ കോൺഫ്ലിക്ട്സ് നടക്കുന്നുണ്ട്. ആൻഡ് അത് നിങ്ങൾ ന്യൂസ് പേപ്പറിൽ സ്ഥിരമായിട്ട് ട്രംപും വന്ന സമയത്തൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് ഇറാൻ ഇസ് ഹാവിങ് എ പ്രോബ്ലം വിത്ത് USA? ഫസ്റ്റ് തിങ് ഇസ് ഇറാൻ ന്യൂക്ലിയർ കൈകാര്യം ചെയ്യുന്ന രീതി. ഇറാൻ ഈസ് എൻറിച്ചിങ് ന്യൂക്ലിയർ. സോ അതൊന്ന് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്കണോമിക് സാങ്ഷൻസ് ഉൾപ്പെടെ USA മൂവ് ചെയ്തിട്ടുണ്ട്. അതിന് USA കൊടുത്ത പേരാണ് JCPOA, ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ. ഇറാന് ഒരു ന്യൂക്ലിയർ എൻഹാൻസ്മെന്റ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. സോ USA എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എക്കണോമിക് സാങ്ഷൻസ് ഏർപ്പെടുത്തുന്നുണ്ട് ബറാക് ഒബാമയുടെ കാലത്തൊട്ട്. ബറാക് ഒബാമയുടെ റൂള് വന്നപ്പോഴത്തേക്കും 2015 ആയപ്പോഴത്തേക്കും ഒരു ന്യൂക്ലിയർ ഡീൽ അല്ലെങ്കിൽ ഇറാൻ ന്യൂക്ലിയർ അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നുണ്ട്. അതിന്റെ വേറൊരു പേരാണ് JCPOA, വിച്ച് ഇസ് ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ. അത് 2015 സൈൻ ചെയ്യുന്നതാണ്. എന്തിനാണ് സൈൻ ചെയ്തത്? ഇറ്റ് ഈസ് ടു ലിമിറ്റ് ന്യൂക്ലിയർ പ്രോഗ്രാം. ആൻഡ് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇറാനിൽ ഞാൻ പറഞ്ഞു സാഗ്രോസ് മൗണ്ടൻ ഉണ്ട്, പേർഷ്യൻ ഗൾഫ് ഉണ്ട്, സ്ട്രേറ്റ് ഓഫ് ഹോമസ് ഉണ്ട്. സ്ട്രേറ്റ് ഓഫ് ഹോമസിലൂടെയാണ് 20% വേൾഡ് ട്രേഡ് നടക്കുന്നുണ്ട്. അതൊരു ചോക്ക് പോയിന്റ് ആണെന്ന് പറഞ്ഞു. ആൻഡ് ഇറാൻ ഒരു ഷിയ മുസ്ലിം മെജോറിറ്റേറിയൻ കൺട്രി ആണെന്ന് പറഞ്ഞു. നമ്മൾ ഇറാന്റെ ബോർഡറും കൂടെ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇറാന്റെ ബോർഡറിൽ ഒന്ന് പാകിസ്ഥാൻ ഉണ്ട്, അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, ടർക്ക്മെനിസ്ഥാൻ ഉണ്ട്, അസർബൈജാൻ ഉണ്ട്, ഇറാഖ് ഉണ്ട്, ആൻഡ് പേർഷ്യൻ ഗൾഫും കാസ്പിയൻ സീ. കുവൈറ്റ് ബോർഡർ ആണോ? അല്ല. മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കുവൈറ്റ് ഒരു ബോർഡർ അല്ല എന്നുള്ളത്. കുവൈറ്റ് ഈസ് നോട്ട് ഹാവിങ് എനി ബോർഡർ വിത്ത് ഇറാൻ. അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ആൻഡ് ഇറാൻ ഒരു ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ചെയ്യുന്നുണ്ട്. കാരണം വെസ്റ്റേൺ ആൻഡ് ഫോറിൻ ഇൻഫ്ലുവൻസിൽ നിന്ന് മാറി അവരുടേതായ ഒരു കൺസർവേറ്റീവ് റൂളിൽ അവർ റൂൾ ചെയ്യുന്നു. അത് US ഇഷ്ടമല്ല എന്നുള്ളൊരു ആംഗിൾ പ്രൊപ്പഗണ്ട അവർ പറയുന്നുണ്ടെങ്കിലും അതിന് അവർ പറയുന്ന പേരാണ് ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്. ആൻഡ് ബട്ട് USA ഈസ്
against Iran for many other reasons also, because Iran is supporting the Houthis in Yemen, Iran is supporting the Hezbollah in Lebanon, Iran is supporting the Hamas in Israel. So അതെല്ലാം കാരണമാണ് ഇറാൻ USA ഒരു ടെൻഷനും കോൺഫ്ലിക്റ്റും നിലനിൽക്കുന്നത്. ആൻഡ് ഇറാൻ is slowly shifting its side to Russia and China. So ബട്ട് ഇന്ത്യ ബാലൻസ് ചെയ്യുന്നുണ്ട് ഒരു ന്യൂട്രൽ പവർ ആയിട്ടെല്ലാം. സോ അതാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇറാനിൽ നമ്മൾ പറഞ്ഞു, ഇറാനിൽ ഇറാഖ്, സിറിയ, ലെബനൻ, യമൻ ഇതൊക്കെ അതിന്റെ നെയ്ബേഴ്സ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഇൻ ദീസ് ഏരിയാസ്. നമ്മൾ ഇനി പോകുന്ന കൺട്രി ഇറാഖാണ്. ഇറാഖിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, സാഗ്രസ് മൗണ്ടനെ കാണാൻ പറ്റും, ടൈഗ്രസും യൂഫ്രട്ടിസ് റിവറും കാണാൻ പറ്റും. ആൻഡ് ടൈഗ്രസ് യൂഫ്രട്ടിസ് റിവർ ജോയിൻ ചെയ്യുന്നത് ഇവിടെ പേർഷ്യൻ ഗൾഫിൽ വന്ന് എൻഡ് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യുന്നത് ഇറാഖിലാണ്, അൽ നസ്രിയ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് അത് ജോയിൻ ചെയ്യുന്നത്. ആൻഡ് ബാഗ്ദാദും മോസുലും ആണ് ഇറാഖിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി മെൻഷൻഡ് പ്ലേസസ് ഇൻ ദി ന്യൂസ്. ആൻഡ് ഇറാഖിന് ബോർഡർ ചെയ്യുന്ന കൺട്രീസ് ഇറാനുണ്ട്, ടർക്കി ഉണ്ട്, സിറിയ ഉണ്ട്, ജോർദൻ ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, കുവൈറ്റ് ഉണ്ട്. ആൻഡ് ഇറാഖ് ഒരു ലാൻഡ് ലോക്ക് കൺട്രി അല്ല. ഇറാഖിന് നമ്മുടെ പേർഷ്യൻ ഗൾഫിൽ 3 പോർട്ട്സ് ഉണ്ട്. സോ ഇറാഖ് ഇസ് നോട്ട് എ ലാൻഡ് ലോക്ക് കൺട്രി. പക്ഷെ മെഡിറ്ററേനിയൻ സീയിലോട്ട് ഓപ്പണിംഗ് ഒന്നും ഇല്ല. ആൻഡ് ഇറാഖിൽ മെയിൻ ആയിട്ട് വരുന്നത് ഷിയ മുസ്ലിംസ് ഉണ്ട്, സുന്നി മുസ്ലിംസ് ഉണ്ട്, കുദ്സ് ഉണ്ട്. ഷിയ ആണ് അവിടെ മെജോറിറ്റി പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് ഖുർദിസ്ഥാൻ എന്ന് പറയും. ഖുർദിസ്ഥാൻ എന്ന് പറഞ്ഞ ഏരിയ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ സിറിയ പറഞ്ഞപ്പോഴും നമ്മൾ ഇറാഖ് പറഞ്ഞപ്പോഴും ഇറാന് പറയുമ്പോഴൊക്കെ കുദ്സ് എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒരു കുദ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഖുർദിസ്ഥാൻ എന്ന് പറഞ്ഞൊരു ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ 1920 ട്രീറ്റി ഓഫ് സെവറസ് സൈൻ ചെയ്യുന്നത്. ട്രീറ്റി ഓഫ് സെവറസ് സൈൻ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും അഗ്രി ചെയ്യുന്നുണ്ട് നമ്മൾ കുദ്സിന് ലോക്കൽ ഓട്ടോണമി കൊടുക്കാം. ഈ കുദ്സ് എന്ന് പറയുന്ന ഒരു എത്നിക് ഗ്രൂപ്പാണ് ഈ നോർത്തേൺ ഇറാഖിലുള്ള. സോ അവർക്ക് ലോക്കൽ ഓട്ടോണമി കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. ബട്ട് ദെൻ 1923 ട്രീറ്റി ഓഫ് ലൊസാനെ സൈൻ ചെയ്യുമ്പോഴത്തേക്കും, വിച്ച് ഇസ് ആഫ്റ്റർ വേൾഡ് വാർ 1, ടർക്കിന്റെ ബോർഡർ അവർ ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു ട്രീറ്റിയിലാണ്, 1923 ട്രീറ്റിയിലാണ്. ഈ ട്രീറ്റിയിൽ അവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ കുദ്സ് ഉള്ള സ്ഥലങ്ങളെ പല രാജ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ മാപ്പിൽ നമുക്ക് കാണാൻ പറ്റും, കുർദിസ്ഥാൻ എന്ന് പറഞ്ഞൊരു ഏരിയ കാണാം, ടർക്കി ഉണ്ട്, ഇവിടെ സിറിയ ഉണ്ട്, ഇറാഖ് ഉണ്ട്, ഇറാൻ ഉണ്ട്, അർമേനിയ ഉണ്ട്. അതായത് ഈ കൺട്രീസിൽ സ്പ്ലിറ്റ് ആയിട്ട് ഇപ്പം കിടക്കുകയാണ് ഈ കുദ്സ് പോപ്പുലേഷൻ. ബട്ട് ഇവര് കുർദിസ്ഥാൻ എന്ന് പറഞ്ഞൊരു കൺട്രി വേണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ആൻഡ് അതാണ് കുദ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ്. അത് കഴിഞ്ഞ് നമ്മൾ വരുന്നത് അഫ്കോഴ്സ് ഇസ്രായേൽ പലസ്തീൻ വാറാണ്. ഇറാഖിലെ പോർട്ട്സ്, ഇറാഖിലെ ഇമ്പോർട്ടൻറ്റ് പോർട്ടാണ് ഒന്ന് ഖസർ പോർട്ട്, അത് പേർഷ്യൻ ഗൾഫിലാണ്. ഞാൻ പറഞ്ഞു 3 പോർട്ടാണ്, ഒരു പോർട്ട് കണ്ട കൺസ്ട്രക്ഷൻ ആണ്. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ വരുന്നതാണ് ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റ് റീജിയനിൽ. എന്താണ് ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്? അതൊരു ടെറിട്ടോറിയൽ ആൻഡ് പൊളിറ്റിക്കൽ ഡിസ്പ്യൂട്ട് ആണ്. ആൻഡ് അത് ബിറ്റ്വീൻ ആരൊക്കെയാണ്? ജ്യൂസും അറബിനും ബിറ്റ്വീൻ ആണ് ഈ ഒരു ടെറിട്ടോറിയൽ ആൻഡ് പൊളിറ്റിക്കൽ ഡിസ്പ്യൂട്ട് നടക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ. ആരൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്? ഇസ്രായേൽ മാത്രമാണോ ഇൻവോൾവ് ആയിട്ടുള്ളത്, അതോ ഇറാനും റഷ്യയും USA ഒക്കെ ഒരു റോൾ ഇതിന് പ്ലേ ചെയ്യുന്നുണ്ട്? എല്ലാവർക്കും ഇതിനൊരു റോളുണ്ട്. ഇതിനൊരു റിലീജിയസ് സിഗ്നിഫിക്കൻസും കൂടെയുണ്ട്. കാരണം ജെറുസലേം നിങ്ങൾക്ക് മാപ്പിൽ കാണാൻ പറ്റും. ജെറുസലേം എന്ന് പറയുന്നത് ഒരു സീക്രട്ട് സിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ജുഡായിസം ആയാലും ഇസ്ലാം ആയാലും ക്രിസ്ത്യാനിറ്റി ആയാലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ജെറുസലേം. സോ ജെറുസലേമിനെ നമ്മുടെ ഇസ്രായേൽ ആയാലും പലസ്തീൻ ആയാലും അവരുടെ ക്യാപിറ്റൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റ് എപ്പോഴാണ് തുടങ്ങുന്നത്? ഇത് ശരിക്കും വേൾഡ് വാർ 1 തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റ് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. 1917 ബാൽഫോർ ഡിക്ലറേഷൻ നടക്കുന്നുണ്ട്. ഈ ബാൽഫോർ ഡിക്ലറേഷനിൽ നമ്മുടെ ബ്രിട്ടീഷ് പറയുന്നത് ബ്രിട്ടീഷ് സപ്പോർട്ട്സ് ജൂയിഷ് ഹോംലാൻഡ് ഇൻ പലസ്തീൻ. അതാണ് ഇതിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് 1917 ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 1920-40s ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? ജൂയിഷ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങോട്ട്? പലസ്തീനിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അഫ്കോഴ്സ് പലസ്തീൻ അറേബ്യൻസ് എന്താവും? അവരെ ഡിസ്ലൊക്കേറ്റ് ആവുകയാണ്. സോ അതൊരു റീജിയണൽ കോൺഫ്ലിക്റ്റിലോട്ട് നയിക്കുന്നുണ്ട്. 1948 എത്തുന്നതോടെ ഇതൊരു
വല്ലാത്തൊരു സംഘർഷകരമായ രീതിയിലേക്ക് എത്തുകയും 1947 UN പാർട്ടീഷൻ പാക്ട് കൊണ്ടുവരികയും ചെയ്യുന്നു. UN പാർട്ടീഷൻ പാക്ടിൽ ഇവർ പറയുന്നത് ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ജൂയിഷ് സ്റ്റേറ്റും ഒരു അറബ് സ്റ്റേറ്റും കൊണ്ടുവരാം. പക്ഷെ ഇതിനോട് അറബ് ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ആൻഡ് തൊട്ടടുത്ത വർഷം 1948 ആദ്യത്തെ അറബ് ഇസ്രായേലി വാർ നടക്കുകയാണ്. ഈ അറബ് ഇസ്രായേലി വാറിൽ ഇസ്രായേൽ ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അവിടുന്ന് തുടങ്ങുന്നതാണ് ഏത് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധം. ആൻഡ് 1967 6 ഡേ വാർ ചെയ്യുന്നുണ്ട്. 6 ഡേ വാറിൽ ഇസ്രായേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഏരിയയും ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഈ മാപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഗോലൻ ഹൈറ്റ്സ് കാണാം. ഗോലൻ ഹൈറ്റ്സ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ജോർദന്റെ കുറച്ച് ഏരിയാസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ 6 ഡേ വാറിൽ ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക്, ഗാസ സ്ട്രിപ്പ്, ഈസ്റ്റ് ജെറുസലേം, ഗോലൻ ഹൈറ്റ്സ് ഇങ്ങനെയുള്ള എല്ലാം എന്ത് ചെയ്യുന്നു, ക്യാപ്ചർ ചെയ്യുന്നു. 1973 ആകുമ്പോഴത്തേക്കും യോം കിപ്പൂർ വാർ നടക്കുന്നുണ്ട്. ഇറ്റ് വാസ് ബിറ്റ്വീൻ ഈജിപ്തും സിറിയയും തമ്മിലായിരുന്നു. ഈജിപ്തും സിറിയയും ഇസ്രായേലും തമ്മിലായിരുന്നു ആ വാർ. അതിൽ സ്യൂസ് കനാൽ ഇവർ ക്യാപ്ചർ ചെയ്യും, പിന്നീട് അത് ഈജിപ്തിന് തിരിച്ച് റിട്ടേൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം കറന്റ് സ്യൂസ് കനാൽ ഈസ് ഹാൻഡിൽ ബൈ ഈജിപ്റ്റ് ഇറ്റ്സെൽഫ്. ഇതാണ് ഒരു ഹിസ്റ്റോറിക്കൽ ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ. അതായത് 1917 ബാൽഫോർ ഡിക്ലറേഷൻ വരുന്നു. 1920s 40s ആകുമ്പോഴത്തേക്കും ഇമിഗ്രേഷൻ നടക്കുന്നു. 1947 UN പാർട്ടീഷൻ പ്ലാൻ മുന്നോട്ട് വയ്ക്കുന്നു. 48 ആദ്യത്തെ അറബ് ഇസ്രായേൽ വാർ നടക്കുന്നു. 67 6 ഡേ വാറും അത് കഴിഞ്ഞ് 73 യോം കിപ്പൂർ വാറും നടക്കുന്നു. ആൻഡ് കുറെ ഇമ്പോർട്ടൻറ്റ് ട്രീറ്റീസും അഗ്രിമെന്റ്സും സൈൻ ചെയ്യുന്നുണ്ട്. ഇത് ഒരു പ്രിൻസ് പെർസ്പെക്റ്റീവില് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതുവരെ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ബിക്കോസ് ഈ അഗ്രിമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാം, യൂഷ്വലി റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ന്യൂസിൽ കാണാൻ പറ്റുന്ന അഗ്രിമെന്റ്സ് ആണ്. സോ ആദ്യത്തേത് ക്യാമ്പ് ഡേവിഡ് അക്കോർഡ് എന്ന് പറയും. അത് 1978, അതായത് നമ്മുടെ 1973 യോം കിപ്പൂർ വാർ കഴിഞ്ഞിട്ട് 1978 എന്ത് വരുന്നത്, പീസ് ട്രീറ്റി ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് ഈജിപ്റ്റ് സൈൻ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു സ്യൂസ് കനാൽ ഇവർ ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്നും പിന്നീട് അവർക്ക് തിരിച്ചു പോകുന്നുണ്ട്. സോ അതിനു വേണ്ടിയിട്ട് ഒരു പീസ് ട്രീറ്റി വരുന്നതാണ് ഏത്, ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്. അതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് ട്രീറ്റി. ഇറ്റ്സ് ഇൻ 1978. അത് കഴിഞ്ഞ് 1993-95 ആകുമ്പോഴത്തേക്കും ഓസ്ലോ അക്കോർഡ് വരുന്നുണ്ട്. അതൊരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ആണ് പറയുന്നത്. അതായത് പലസ്തീൻ സ്റ്റേറ്റും നമ്മുടെ ഇസ്രായേൽ സ്റ്റേറ്റും 2 സ്റ്റേറ്റ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. അതൊരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ പുട്ട് ഫോർവേഡ് ചെയ്യാണ്. UN പാർട്ടീഷൻ പ്ലാനിലും ഈ ഒരു ഇത് തന്നെയാണ് പറഞ്ഞെങ്കിലും അന്ന് അറബ് അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ ഓസ്ലോ അക്കോർഡിൽ അത് വീണ്ടും പറയുകയാണ്. 1993-95 ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നു. അത് കഴിഞ്ഞ് വരുന്നതാണ് അറബ് പീസ് ഇനിഷ്യേറ്റീവ്, വിച്ച് ഇസ് ഇൻ 2002. ഈ അറബ് പീസ് ഇനിഷ്യേറ്റീവ് നമ്മുടെ UPSCയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അറബ് പീസ് ഇനിഷ്യേറ്റീവ് അത് സൗദി അറേബ്യയാണ് പ്രപ്പോസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഇസ്രായേൽ ഒരു ജൂയിഷ് കൺട്രിയാണ് ആൻഡ് പലസ്തീനിയൻസ് ദേ ആർ മുസ്ലിം. സോ സൗദി അറേബ്യ എന്ത് ചെയ്യുന്നുണ്ട്, സൗദി അറേബ്യ ആയിട്ട് ഇസ്രായേലിന് നല്ല രീതിയിലുള്ള ഒരു ബന്ധമായിരുന്നില്ല. ദേ വർ ഹാവിങ് എ കോൺഫ്ലിക്ട്, ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. സോ സൗദി അറേബ്യ പുട്ട് ഫോർവേഡ് ചെയ്യാണ്, ഓക്കെ നമുക്കൊരു ഡിപ്ലോമാറ്റിക് റിലേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പീസ് ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യണം. അതിന്റെ പേരാണ് അറബ് പീസ് ഇനിഷ്യേറ്റീവ്. ഇറ്റ് സ്റ്റാർട്ട്സ് ഇൻ 2002. ഒരു ഫുൾ ഡിപ്ലോമാറ്റിക് റിലേഷൻ തുടങ്ങാമെന്നൊക്കെ പറഞ്ഞാണ് വരുന്നതെങ്കിലും അതൊരു ഫ്രൂട്ട്ഫുള്ളിലോട്ട് ഒന്നും എത്തുന്നില്ല. അത് പിന്നീട് വരുന്നതാണ് അബ്രഹാം റെക്കോർഡ്. അത് 2020 അത് വരുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് അക്കോർഡാണ് അബ്രഹാം അക്കോർഡ് 2020 വരുന്നത്. ഇത് നമ്മുടെ UAE, ബഹ്റൈൻ, മൊറോക്കോ, സുഡാൻ ഇവരൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, നോർമലൈസ് ചെയ്യാം. നമുക്ക് ഡിപ്ലോമാറ്റിക് റിലേഷൻ അല്ലെങ്കിൽ ഒരു ഫോറിൻ റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്നുള്ള ഇതിലാണ് എബ്രഹാം അക്കോർഡ് വരുന്നത്. എബ്രഹാം അക്കോർഡും പൂർണ്ണതയിലോട്ടൊന്നും എത്തുന്നില്ല. കാരണം എബ്രഹാം അക്കോർഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇസ്രായേൽ പലസ്തീൻ വാർ നടക്കുകയും പിന്നീട് ഇതെല്ലാം പ്ലാനിൽ നിന്ന് തന്നെ ഡ്രോപ്പ് ആവുകയും ചെയ്യുന്നുണ്ട്. സോ ഇപ്പം കറന്റ്ലി എന്താണ് സിറ്റുവേഷൻ? കറന്റ്ലി ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂ നടക്കുകയാണ്, ഇപ്പോഴും വാർ നടക്കുകയാണ്. ട്രംപ് ഇനിഷ്യേറ്റ് ചെയ്ത് ഒരു പീസ്ഫുൾ റെസൊല്യൂഷനിലോട്ട് പോകുന്നുണ്ടെങ്കിലും വെയിറ്റ് ആൻഡ് സീ എന്നുള്ളതാണ് ഇവിടെ എത്തും എന്നുള്ളത്. സോ ഇത് ഇപ്പോഴും കറന്റ്ലി ഓൺഗോയിങ് കോൺഫ്ലിക്ട് ആയതുകൊണ്ട് തന്നെ യു ക്യാൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ ഫ്രം ദി ഇസ്രായേൽ പലസ്തീൻ ഏരിയ. സോ ഗോലൻ ഹൈറ്റിൽ നിന്നായാലും ജെറുസലേം നിന്നായാലും അല്ല ഡെഡ് സി ആയാലും ആൻഡ് നസ്രത്ത് ആയാലും ആൻഡ് ഗാസ സ്ട്രിപ്പ്, വെസ്റ്റ് ബാങ്ക് ഇങ്ങനെയൊക്കെയുള്ള ഇമ്പോർട്ടൻറ്റ് ടേംസ് നിങ്ങൾ ന്യൂസിൽ സ്ഥിരമായിട്ട് കാണുന്നതാണ്. യു ഹാവ് ടു ഹാവ് ആൻ ഐഡിയ അബൌട്ട് വാട്ട് ദീസ് പ്ലേസസ് ആർ. സോ അതാണ് ഇസ്രായേൽ പലസ്തീൻ വാർ. സോ നമ്മൾ ഏകദേശം മിഡിൽ ഈസ്റ്റ് ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏതൊക്കെ രാജ്യങ്ങൾ കവർ ചെയ്തു? നമ്മൾ ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റ് കവർ ചെയ്തു, നമ്മൾ ഇറാഖ് കവർ ചെയ്തു, ഇറാൻ കവർ ചെയ്തു, ദെൻ വി കവേർഡ് ജോർദൻ, ലെബനൻ, സിറിയ. ഇത്രയും കവർ ലെബനൻ റീജിയനിലുള്ള എല്ലാ കൺട്രീസിനെയും കവർ ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ നെയ്ബറിംഗ് കൺട്രീസ് ആയിട്ടുള്ള ഇറാഖും ഇറാനും
കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലോട്ട് ഒന്ന് പോയി നോക്കാം. സോ ദാറ്റ് നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റുമോ, ആൻസർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. ആൻഡ് ആദ്യം നമുക്ക് 2014 തുടങ്ങാം. 2014 അറബ് സ്പ്രിങ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ആവുന്നതെന്നാണ്. ഞാൻ അറബ് സ്പ്രിങ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ആവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം ഞാൻ പറയണ്ട, നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും ഇതിന്റെ ഉത്തരം എന്താണെന്ന്. സോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറയാ എന്താണ് അറബ് സ്പ്രിങ്ങിന്റെ 34ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ റീജിയൻസ് ഓഫൻ മെൻഷൻഡ് ഇൻ ന്യൂസും കൺട്രീസും. അതിൽ നിങ്ങൾക്കറിയാം ഇറാഖ് മെൻഷൻ ചെയ്തിട്ടുണ്ട് കൺട്രിയുടെ അവിടെ. സോ ഇറാഖ് മെൻഷൻ ചെയ്തിരിക്കുന്നതിന്റെ അവിടെ ഒരു റീജിയൻസ് മെൻഷൻഡ് വന്നിരിക്കുന്നത് സ്വാറ്റ് വാലിയാണ്. പക്ഷെ സ്വാറ്റ് വാലി നമ്മൾ ഒരിക്കലും ഇറാഖ് മെൻഷൻ ചെയ്ത സമയത്ത് ഞാൻ സ്വാറ്റ് വാലി എന്നൊരു പ്ലേസേ മെൻഷൻ ചെയ്തിട്ടില്ല. സോ യു കുഡ് ഈസിലി എലിമിനേറ്റ് തേർഡ് ഓപ്ഷൻ. അത് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്തരത്തിലെത്തും. ഡാർഫറും ചെസ്നയും നമ്മൾ ഇനി അങ്ങോട്ടുള്ള സ്ലൈഡിൽ നോക്കുന്നതാണ്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഗോലൻ ഹൈറ്റ്സ്. ഗോലൻ ഹൈറ്റ്സ് ഏത് റീജിയനിലാണ് സ്പെസിഫൈഡ് ആയിട്ട് പറയുന്നത്? സെൻട്രൽ ഏഷ്യ ആണോ, മിഡിൽ ഈസ്റ്റ് ആണോ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആണോ, സെൻട്രൽ ആഫ്രിക്ക ആണോ? അറിയാം, മിഡിൽ ഈസ്റ്റ് ആണ് ഉത്തരം വരുന്നത്. 33 ഉത്തരം ബി ആണ്, മിഡിൽ ഈസ്റ്റ്. 77 എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺട്രീസ് ഓഫ് സൗത്ത് വെസ്റ്റ് ഏഷ്യ ഡസ് നോട്ട് ഓപ്പൺ ടു മെഡിറ്ററേനിയൻ സീ? ഏതൊക്കെ? സിറിയ ആണോ, ജോർദൻ ആണോ, ലെബനൻ ആണോ, ഇസ്രായേൽ ആണോ? മെഡിറ്ററേനിയൻ സീയിൽ സിറിയയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞു, ലെബനൻ ഉണ്ടെന്ന് പറഞ്ഞു, ഇസ്രായേൽ ഉണ്ടെന്ന് പറഞ്ഞു. ജോർദൻ ഉണ്ടോ? മെഡിറ്ററേനിയൻ സീയിലോട്ടാണോ പേർഷ്യൻ ഗൾഫിലോട്ടാണോ ജോർദൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? ജോർദൻ അല്ലേ ഉത്തരം. അപ്പം 77 ബി ആണ്. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മാപ്പ് കാണിച്ചു തരാം. 70 ജോർദന്റെ മാപ്പ് നോക്കൂ. ജോർദന്റെ മാപ്പിൽ നിങ്ങൾക്ക് കാണാം ഇത് എവിടെയാണ്? മെഡിറ്ററേനിയൻ സീയുമായിട്ട് ഇതിന് എക്സിറ്റ് ഇല്ല. പകരം വന്നിരിക്കുന്നത് എവിടെയാണ്? ജോർദൻ വന്നിരിക്കുന്നത് പേർഷ്യൻ ഗൾഫിലാണ് ഇതിന്റെ എക്സിറ്റ് വന്നിരിക്കുന്നത്. നോക്കുക, ജോർദൻ വന്നിരിക്കുന്നത് പേർഷ്യൻ ഗൾഫിലാണ് പേർഷ്യൻ ഗൾഫ് റെഡ് സീലാണ് അതിന്റെ എക്സിറ്റ് വന്നിരിക്കുന്നത്. റെഡ് സീ ആണ് അതിന്റെ എക്സിറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ അതാണ് ആ ചോദ്യം. നെക്സ്റ്റ് ചോദ്യം വരുന്നത് 2016 ചോദ്യമാണ്. കമ്മ്യൂണിറ്റീസ് മെൻഷൻഡ് ഇൻ ന്യൂസും ഏതൊക്കെയാണ് കൺട്രീസ് എന്ന്. കുർദ് ബംഗ്ലാദേശ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കുർദിസ്ഥാൻ മൂവ്മെന്റിലോട്ട് പോകുന്നതും. കുർദിസ്ഥാൻ എന്ന് പറയുന്നത് ഇറാഖ്, സിറിയ, ഇറാൻ എന്ന രാജ്യങ്ങളിലെ എല്ലാം കൂടെയുള്ള അവർക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം വേണം എന്ന് പറയുന്ന ഒരു എത്നിക് ഗ്രൂപ്പാണ് ഇത് കുദ്സ് എന്ന് പറയുന്നത്. സോ കുദ്സ് എന്തായാലും ബംഗ്ലാദേശിൽ ഉള്ളതല്ല. ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. ഫസ്റ്റ് ഓപ്ഷൻ തെറ്റെന്ന് പറയുമ്പോൾ എ ഓപ്ഷൻ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ബിയും സിയും ഡിയും ആണ് വരുന്നത്. ബാക്കി രണ്ടും നമ്മൾ ഇനി പോകുന്ന സ്ലൈഡിൽ പറയും. റോഹിംഗ്യ എന്ന് പറയുന്നത് മ്യാൻമർ ആണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. മധ്യേഷ്യ നേപ്പാൾ തന്നെയാണ്. സോ ഉത്തരം വരുന്നത് സി ആണ്. ബട്ട് വി വിൽ ഡിസ്കസ് ഇറ്റ് ഇൻ ദി നെക്സ്റ്റ് സ്ലൈഡ്സ്. അടുത്തത് 70 ക്വസ്റ്റ്യൻ, ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇനിയിപ്പോൾ എല്ലാ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിലെ മെമ്പേഴ്സിനെയും കുറിച്ച് ഇരുന്ന് പഠിക്കണമെന്ന്. വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കി അറിയാം. ഇറാൻ ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, ഒമാൻ ഉണ്ട്, കുവൈറ്റ് ഉണ്ട്. ഇതിൽ സൗദി അറേബ്യയും ഒമാനും കുവൈറ്റും എന്ത് കൺട്രിയാണ്? എന്ത് മെജോറിറ്റി കൺട്രി എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? സുന്നി മെജോറിറ്റി കൺട്രി എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലേ? അപ്പോൾ ഇറാൻ എന്ത് കൺട്രിയാണെന്ന് പറഞ്ഞു? ഷിയ മുസ്ലിം മെജോറിറ്റി കൺട്രിയാണ്. അപ്പം ഏതായിരിക്കും അല്ലാത്തത്? ഇറാൻ ആയിരിക്കില്ലേ? അപ്പൊ 70 ഓപ്ഷൻ എന്താണ്? എ. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ പാസ്റ്റും എന്താണ് കോൺഫ്ലിക്ട്സ് നടക്കാനുള്ള കാരണങ്ങൾ എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്ലേസസ് മാത്രം അറിഞ്ഞാൽ മതി. പക്ഷെ എന്നാലും കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി അറിയാമെങ്കിൽ കുറച്ചും കൂടെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രിലിംസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ദെൻ കംസ് 2017 ക്വസ്റ്റ്യൻ. ചാബഹ പോർട്ടാണ്. ഞാൻ പറഞ്ഞു ഇറാന്റെ ആണ് ചാബഹ പോർട്ട് എന്ന്. ഇറാന്റെ ചാബഹ പോർട്ട് നമ്മൾ ഇന്ത്യ ആയിട്ട് അവരെ ടൈപ്പ് ചെയ്തിട്ട് ചെയ്യാമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ. പിന്നെ JCPOA വച്ചിട്ട് ന്യൂക്ലിയർ ഇത് വയ്ക്കുന്നുണ്ട്. US ഇറാൻ ഡീൽ വരുന്നുണ്ട്. പിന്നീട് അത് ഇച്ചിരി ഒരു മെല്ലപ്പോക്കിലാണ് ഇപ്പോൾ. സോ ചാബഹ പോർട്ട് ഇന്ത്യ ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ചാബഹ പോർട്ടിന് തൊട്ടിപ്പുറത്ത് തന്നെ പാകിസ്ഥാന് സിപെക് എന്ന് പറഞ്ഞിട്ട് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ എന്ന് പറഞ്ഞിട്ട് ഒരു കോറിഡോർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിൽ ഗ്വാഡർ പോർട്ട് എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനിൽ ചൈന ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ തൊട്ടിപ്പുറത്താണ് നമ്മുടെ ചാബഹ പോർട്ട് വരുന്നത്. ഇന്ത്യയാണ് ഇറാനെ. സോ ഇന്ത്യക്ക് അതൊരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസും കൂടെ ഒരു ഗ്ലോബൽ പൊസിഷനിങ്ങും കൂടെ കൊടുക്കുന്നുണ്ട്. ആൻഡ് അതിന്റെ ഉത്തരം എന്തായിരിക്കും? ഇതിൽ വായിക്കുകയാണെങ്കിൽ ഇന്ത്യസ് ട്രേഡ് വിത്ത് ആഫ്രിക്കൻ കൺട്രീസ് വിൽ ഇനോമസ്ലി ഇൻക്രീസ്. ഇന്ത്യസ് റിലേഷൻ വിത്ത് ഓയിൽ പ്രൊഡ്യൂസിങ് അറബ് കൺട്രീസ് വിൽ ബി സ്ട്രെങ്തൻഡ്. അതൊരു പോസിബിലിറ്റി ആണ്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യ വിൽ നോട്ട് ഡിപ്പെൻഡ് ഓൺ പാകിസ്ഥാൻ ഫോർ access to Afghanistan and Central Asia.
ബി പാകിസ്ഥാൻ വിൽ ഫെസിലിറ്റേറ്റ് ആൻഡ് പ്രൊട്ടക്ട് ഇൻസ്റ്റാളേഷൻ ഓഫ് എ ഇറാൻ പൈപ്പ് ലൈൻ ബിറ്റ്വീൻ ഇറാഖ് ആൻഡ് ഇന്ത്യ. നിങ്ങൾക്ക് അറിയാം ഓപ്ഷൻ എ എന്തായാലും അല്ല എന്നറിയാം, ഓപ്ഷൻ ബിയും അല്ല എന്നറിയാം. പറഞ്ഞു പാകിസ്ഥാനിലെ ബോർഡർ പോർട്ട് ഉണ്ട്, അതിന്റെ ഇപ്പുറത്താണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ബിയും സിയും ആണ്. ഇറാനും അറബും തമ്മിൽ നല്ലൊരു സ്വരച്ചേർച്ചയിലല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഓപ്ഷൻ ബിയും നമുക്ക് അവിടെ എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. പിന്നെ വരുന്നത് എന്താണ്, ഓപ്ഷൻ സി മാത്രമാണ്. ഇൻ കേസ് ചാബഹാർ പോർട്ട് എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി അറിയാമെങ്കിൽ യു ക്യാൻ റീച്ച് ദി റൈറ്റ് ആൻസർ. എന്താണ് ചാബഹാർ പോർട്ടിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന INSTC എന്നുള്ളൊരു കോറിഡോറാണ്. അതിലൂടെ എങ്ങനെയാണ് നമ്മൾ സെൻട്രൽ ഏഷ്യ, അഫ്ഗാനിസ്ഥാൻ സെൻട്രൽ ഏഷ്യൻ റീജിയൻസിലോട്ട് ആക്സസ് ചെയ്യുക, എങ്ങനെ പാകിസ്ഥാന് ബൈപ്പാസ് ചെയ്ത് ഇറാൻ വഴി ആക്സസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യ ചാബഹാർ പോർട്ട് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് 2018 ടു സ്റ്റേറ്റ് സൊല്യൂഷൻ. നമ്മൾ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാണ്, ഏകദേശം കുറെ ട്രീറ്റീസ്, ക്യാമ്പ് ഡേവിഡ് അക്കോർഡ് തൊട്ട് ഒരുപാട് ട്രീറ്റീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇപ്പൊ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്തിനാണ് പറയുന്നതെന്നുള്ളത്. ബി ആണ് ഉത്തരം, ഇസ്രായേൽ ആണ് 24th ഉത്തരം. 37ാമത്തെ ചോദ്യം വരുന്നത് ടൗൺസ് മെൻഷൻഡ് ഇൻ ന്യൂസും കൺട്രീസ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പം അലപ്പോ പറയുന്നുണ്ട് സിറിയയിലാണ്, കിർക്കുക്ക് യമൻ എന്ന് പറയുന്നുണ്ട്, മൊസൽ പലസ്തീൻ എന്ന് പറയുന്നുണ്ട്, മസർ ഇ ഷെരീഫ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ എന്തായാലും പഠിച്ചു, സിറിയയിലാണ് എന്ന് പഠിച്ചു. അപ്പോൾ തന്നെ എയും ബിയും എത്തി, സിയും ഡിയും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ ആകെ നോക്കേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 4th ഓപ്ഷൻ ആണ്, വിച്ച് ഇസ് മസർ ഇ ഷെരീഫ് അഫ്ഗാനിസ്ഥാൻ ആണോ അല്ലയോ എന്ന്. നമ്മൾ ഇനി ഏഷ്യ എടുക്കുമ്പോൾ കവർ ആവും. ഓക്കെ, അത് കഴിഞ്ഞ് 2022 11th വെച്ചിട്ടാണ് ഞാൻ ഈ സ്ലൈഡ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ. സോ 11th എവിടെയാണ് നിങ്ങൾക്കൊക്കെ ഇപ്പം ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും. ഓപ്ഷൻ എ ആണ് ഉത്തരം, റീജിയൻ അലോങ് ദി ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ ഷോസ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് കൺട്രീസും അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതൊക്കെയാണ്, എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള റീസൺ എന്നുള്ളതുമാണ്. സോ ചട്ട് പറയുന്നുണ്ട്, ലെബനൻ ഉണ്ട്, ട്യൂണീഷ്യ ഉണ്ട്, ജിനിയ പറയുന്നുണ്ട്. പക്ഷെ നമുക്കിതിൽ നമ്മൾ പഠിച്ചത് ലെബനൻ മാത്രമാണ് മിഡിൽ ഈസ്റ്റിൽ കവർ ചെയ്തിരിക്കുന്നത്. അപ്പം അത് മാത്രം നോക്കിയാൽ മതി. ലെബനനിൽ സിവിയർ പ്രൊലോങ്ഡ് എക്കണോമിക് ഡിപ്രഷൻ എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഒരു ലെബനനിൽ നമ്മൾ പറഞ്ഞു പൊളിറ്റിക്കൽ ക്രൈസിസ് സിറ്റുവേഷനിലൂടെയാണ് അത് കടന്നു പോകുന്നതെന്ന് പറഞ്ഞു. പൊളിറ്റിക്കൽ ക്രൈസിസ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു കൺട്രി ഒരിക്കലും എക്കണോമിക്കലി വെൽ ആകില്ല. സോ അഫ്കോഴ്സ് 3rd ഓപ്ഷൻ കറക്റ്റ് തന്നെയാണ്. സോ ഒരെണ്ണം നമുക്ക് ശരിയാണെന്ന് മനസ്സിലായി. ബാക്കി 3, അതായത് ട്യൂണീഷ്യ ആയാലും ചഡ് ആയാലും ജിനിയ ആയാലും നമ്മൾ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതും 3 എലിമിനേറ്റ് ചെയ്യാനും പഠിക്കും. അടുത്തത് ഏരിയാസ് കോൺഫ്ലിക്ട് മെൻഷൻഡ് ഇൻ ദി ന്യൂസും. ഡോൺബാസ് പറയുന്നുണ്ട്, കച്ചൻ പറയുന്നുണ്ട്, ട്രിഗൈ പറയുന്നുണ്ട്. ഡോൺബാസ് സിറിയയിലാണ് പറഞ്ഞത്, പക്ഷെ ഞാൻ സിറിയ മെൻഷൻ ചെയ്തപ്പോൾ ഒരിക്കലും ഡോൺബാസ് എന്ന റീജിയൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അലപ്പോ പറഞ്ഞു, ഇഡ്ലിപ്പ് പറഞ്ഞു, യാർമൂക്ക് റീജിയൻ പറഞ്ഞു, അല്ലെ, ഹോംസ് പറഞ്ഞു, അങ്ങനെ കുറെ റീജിയൻ പറഞ്ഞു. പക്ഷെ ഡോൺബാസ് വാസ് നെവർ മെൻഷൻ. സോ ഡോൺബാസ് എന്തിലല്ല, സിറിയയിലല്ല വരുന്നത്. അത് റഷ്യ ഉക്രൈൻ വാർ പഠിക്കുമ്പോൾ നമ്മൾ ഡോൺബാസ് റീജിയൻ കവർ ആവും. സോ അത് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ യു ക്യാൻ എലിമിനേറ്റ് 1 ഓപ്ഷൻ ഫ്രം ദിസ്. അടുത്തത് 94ാമത്തെ ചോദ്യം. ഇസ്രയേൽ ഹാസ് എസ്റ്റാബ്ലിഷ് ഡിപ്ലോമാറ്റിക് റിലേഷൻ വിത്ത് സം അറബ് സ്റ്റേറ്റ്സ്. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ദി അറബ് പീസ് ഇനിഷ്യേറ്റീവ് മീഡിയേറ്റഡ് ബൈ സൗദി അറേബ്യ വാസ് സൈൻഡ് ബൈ ഇസ്രയേൽ ആൻഡ് അറബ് ലീഗ്. ഇതിൽ നിങ്ങൾക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് അറിയാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അറബ് പീസ് ഇനിഷ്യേറ്റീവ് സൗദി അറേബ്യ മീഡിയേറ്റ് ആവുന്നതാണ്. പക്ഷെ അത് ഇസ്രയേലും അറബും കൂടെ അത് സൈനിങ്ങിലോട്ടൊന്നും എത്തുന്നില്ല. സോ അതിന്റെ ഓപ്ഷൻ നിങ്ങൾക്ക് അറിയാം അല്ലേ, ബി. ഓക്കെ, സോ 2023 94ാമത്തെ ചോദ്യം. ഇസ്രയേൽ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ഡിപ്ലോമാറ്റിക് റിലേഷൻ വിത്ത് സം അറബ് സ്റ്റേറ്റ്സ്. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് ദി അറബ് പീസ് ഇനിഷ്യേറ്റീവ്സ് ഇസ് മീഡിയേറ്റഡ് ബൈ സൗദി അറേബ്യ ആൻഡ് വാസ് സൈൻഡ് ബൈ ഇസ്രയേൽ ആൻഡ് അറബ് ലീഗ്. അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അത് നമുക്ക് എന്തായാലും ശരിയായിട്ട് എടുക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുക, അറബ് പീസ് ഇനിഷ്യേറ്റീവ് വാസ് മീഡിയേറ്റഡ് ബൈ സൗദി അറേബ്യ, ഇറ്റ് വാസ് സൈൻഡ് ബൈ ഇസ്രയേൽ ആൻഡ് അറബ് ലീഗ്. അത് സൈനിങ്ങിലോട്ടൊന്നും എത്തുന്നില്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ നമുക്ക് 94 ഓപ്ഷൻ സിയിൽ എത്താം. ഓക്കെ, സോ അങ്ങനെ അതാണ് മിഡിൽ ഈസ്റ്റ് റീജിയൻ. നമ്മൾ മിഡിൽ ഈസ്റ്റ് ഏകദേശം കവർ ചെയ്തു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ ഏരിയാസ് ഏതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ആ ഏരിയാസിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻസ് നടത്തി ഓരോ ഏരിയ വൈസ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് പിന്നെ നമ്മൾ ബാക്കിലോട്ട് ചെന്ന് വീണ്ടും ക്വസ്റ്റ്യൻസ് നോക്കും, അനലൈസ് ചെയ്യും, അതിന്റെ ഡിസ്കഷൻസും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത റീജിയനിലോട്ട് പോവുകയാണ്, വിച്ച് ഇസ് ആഫ്രിക്ക. സോ ആഫ്രിക്കയിലെ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് ആദ്യം നോക്കാം. എന്നിട്ട് ഇതുപോലെ ആഫ്രിക്കയിൽ ഓരോ റീജിയൻസ് വൈസ് എടുത്തിട്ട് എന്തുകൊണ്ട് കോൺഫ്ലിക്ട്സ് നടക്കുന്നു എന്നുള്ളത് നോക്കിയിട്ട് പിന്നെ ലേറ്റർ ഓൺ വി വിൽ കം ബാക്ക് ആൻഡ് സോൾവ് ദീസ് ക്വസ്റ്റ്യൻസ്. സോ ആദ്യം ആഫ്രിക്കയിലെ 2014 ചോദ്യമാണ്. 2014 ചോദ്യം എന്ന് പറയുന്നത് റീജിയൻസ് മെൻഷൻഡ് ഇൻ ന്യൂസും കൺട്രി. 2015 എബോള വൈറസിന്റെ ഔട്ട്ബ്രേക്ക് ആണ് പറയുന്നത്.
കുറെ കൺട്രീസ് താഴെ തന്നിട്ടുണ്ട്. സിറിയ തന്നിട്ടുണ്ട്, ലൈബീരിയ തന്നിട്ടുണ്ട്, ഫിലിപ്പൈൻസ് ഉണ്ട്, ജമൈക്ക ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങൾക്ക് എബോള വൈറസ് ആഫ്രിക്കയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് അറിയാമെന്നുള്ള ഒരു വ്യക്തിക്ക് ആഫ്രിക്കയിലെ കൺട്രീസും അറിയാമെന്നുണ്ടെങ്കിൽ യു കുഡ് ഈസിലി ഐഡന്റിഫൈ വിച്ച് ഇസ് ദി റൈറ്റ് ആൻസർ. നമ്മളത് ഡിസ്കസ് ചെയ്യും എന്തായാലും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2018 ചോദിച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇതാണ്. ഒറോമിയ എന്ന് പറഞ്ഞിട്ട് നൈജീരിയ എന്ന് പറഞ്ഞിട്ട് അവർ മാസ്റ്റർ ഫോളോയിങ് ചെയ്തിട്ടുണ്ട്. ഒറോമിയ നൈജീരിയ തന്നെയാണോ അല്ലയോ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു ബിഡി പിഡി എന്ന് പറഞ്ഞിട്ട് ഒരു നോർത്ത് വെസ്റ്റേൺ കെനിയയിലുള്ള ഒരു റെഫ്യൂജി സെറ്റിൽമെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. അടുത്തത് കുറച്ച് കൺട്രീസും അസോസിയേറ്റ് ആയിട്ട് അതൊരു മാസ്റ്റർ ഫോളോയിങ് പോലെ ചോദിച്ചിട്ടുണ്ട്. നമുക്കത് നോക്കാം. 2023 നോക്കുകയാണെങ്കിൽ റീജിയൻസ് മെൻഷൻഡ് ഇൻ ന്യൂസിൽ നോർത്ത് കിവുവും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഖർസൂൺ പറഞ്ഞിട്ടുണ്ട്, നഗോർണോ കാരാപക് റീജിയൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഈ പർട്ടിക്കുലർ ഏരിയാസ് തന്നെയാണോ നടന്നത് എന്നതാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. 98 പറയുന്നത് ചട്ട്, ജിനിയ, മാലി, സുഡാൻ ഈ റീജിയൻസിൽ എന്തുകൊണ്ടാണ് ന്യൂസിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് എന്നുള്ളതാണ്. ഈ റിച്ച് ഡെപ്പോസിറ്റ്സ് കാരണമാണോ, ചൈനീസ് മിലിറ്ററി ബേസ് കാരണമാണോ, അതോ എക്സ്പാൻഷൻ ഓഫ് സഹാറ ഡെസേർട്ട് കാരണമാണോ, സക്സസ്ഫുൾ കൂപ്സ് കാരണമാണോ എന്നുള്ളത് നമുക്ക് ഇതൊക്കെ ഡിസ്കസ് ചെയ്യാം. 2024, 23 നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ചട്ട്, ജിനിയ, മാലി, സുഡാൻ റീജിയനെ കുറിച്ച് പറയുന്നുണ്ട്. 2024 പറയുന്നത് ഇൻസ്റ്റെബിലിറ്റി ഇൻ ദി സാഹേൽ റീജിയൻ എന്നാണ്. എന്തുകൊണ്ട് ഇൻസ്റ്റെബിലിറ്റി നടക്കുന്നു എന്നുള്ളതാണ് ആ ക്വസ്റ്റ്യൻ. സോ ഇതാണ് നമ്മൾ ഇനി ആഫ്രിക്കയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആഫ്രിക്കയിലെ മാപ്പാണ് ഈ തന്നിരിക്കുന്നത്. യു കുഡ് സീ മൊറോക്കോ ഹിയർ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നതാണ് സുഡാൻ റീജിയൻ ഹിയർ. എത്യോപ്യ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ വി വിൽ ഗോ ഓൺ ആൻഡ് ഡിസ്കസ് അബൌട്ട് ദി മാലി, നൈജർ, ബുർക്കിന ഫാസോ, ചട്ട് റീജിയൻ. ഈ ഒരു റീജിയനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഇവിടെയൊക്കെയാണ് ഇപ്പം കറന്റ്ലി കോൺഫ്ലിക്ട്സ് അണ്ടർഗോയിങ് ചെയ്യുന്ന റീജിയൻസ്. സോ ന്യൂസിൽ ഇപ്പം നിൽക്കുന്നതും ഈ റീജിയൻസ് ആണ്. സോ ഇതെല്ലാമായിരിക്കും നമ്മളിപ്പം കവർ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ജോഗ്രഫിക്കൽ മാപ്പ് ഓഫ് ആഫ്രിക്ക നോക്കാം. ജോഗ്രഫിക്കൽ മാപ്പ് ഓഫ് ആഫ്രിക്ക നോക്കുകയാണെങ്കിൽ യു കുഡ് സി അറ്റ്ലസ് മൗണ്ടൻസ് ഹിയർ. അറ്റ്ലസ് മൗണ്ടൻസ് കാണാം. അറ്റ്ലസ് മൗണ്ടൻസ് കഴിഞ്ഞ് തൊട്ട് താഴെ നിങ്ങൾക്ക് സഹാറ ഡെസേർട്ട് കാണാം. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പം സാഹിൽ റീജിയൻ ആയി. പിന്നീട് നിങ്ങൾക്ക് താഴെ കാണുന്നത് നൈൽ റിവറും അതുപോലെ കോൺഗോ റിവറും വോൾട്ട റിവറും നൈജർ റിവറും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ദെൻ താഴോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണുന്നത് കട്ടാങ്ക പ്ലേറ്റു കാണാം. ഇവിടെ ഓൺ ദി ഈസ്റ്റേൺ സൈഡ് നിങ്ങൾക്ക് എത്യോപ്യൻ ഹൈലാൻഡ്സ് കാണാം. ആൻഡ് ഏറ്റവും താഴെ സദേൺ പാർട്ട് ഓഫ് ദി ആഫ്രിക്കയില് കൽഹാരി ഡെസേർട്ടും കാണാം. സോ ഇതാണ് ജോഗ്രഫിക്കൽ ഏരിയാസ് അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ മാപ്പ് ഓഫ് ആഫ്രിക്കയിലെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. അറ്റ്ലസ് മൗണ്ടൻസ് വരുന്നുണ്ട്, ഇവിടെ സഹാറ വരുന്നുണ്ട്, സഹാറയുടെ താഴെ സാഹിൽ റീജിയൻ വരുന്നു, ദെൻ നൈൽ റിവർ ഉണ്ട്, കോൺഗോ റിവർ ബേസിൻ വരുന്നു, നൈജർ റിവർ വരുന്നുണ്ട്, വോൾട്ട റിവർ വരുന്നുണ്ട്, താഴെ കട്ടാങ്ക പ്ലേറ്റും അതിന്റെ താഴെ കൽഹാരി ഡെസേർട്ടും, ഈസ്റ്റേൺ സൈഡിൽ നിങ്ങൾക്ക് എന്ത് കാണാം, എത്യോപ്യൻ ഹൈലാൻഡ്സും കാണാം. അലയൻസ് ഓഫ് സാഹിൽ സ്റ്റേറ്റ് അതൊരു ന്യൂ മിലിറ്ററി ആൻഡ് പൊളിറ്റിക്കൽ അലയൻസ് ആണ്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ മാലി, ബുർക്കിന ഫാസോ ആൻഡ് നൈജർ. ആൻഡ് ഇവര് ഒരു മ്യൂച്വൽ ഡിഫൻസ് പാക്ട് വെച്ചിട്ടുണ്ട്. അതായത് ഒരു കൺട്രീനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ബാക്കി എല്ലാവരും വന്ന് ഡിഫെൻഡ് ചെയ്യും. വൺ കൺട്രി ഇസ് അറ്റാക്ട്, അതേഴ്സ് വിൽ ഡിഫെൻഡ് ഇറ്റ് എന്നുള്ളൊരു മ്യൂച്വൽ ഡിഫൻസ് പാക്ട് ഉണ്ട്, വിച്ച് ഈസ് സെയിം ആസ് ദി നാറ്റോസ് ആർട്ടിക്കിൾ 5. സോ നമ്മൾ ആഫ്രിക്കയിലെ ജോഗ്രഫിക്കൽ മാപ്പ് നോക്കി. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് മാഗ്രെബ് റീജിയൻ ആണ്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മാഗ്രെബ് റീജിയൻ വരുന്നത് മൗറീഷ്യാന, മൊറോക്കോ, ഓൾജീരിയ, ലിബിയ. ഇത് ഇത്രയാണ് ഇത് മാഗ്രെബ് റീജിയൻ ആയിട്ട് പറയുന്നത്. ആൻഡ് ഈജിപ്റ്റ്, സുഡാൻ, സിറിയ, ഇറാഖ് വരുന്ന റീജിയനെ നമ്മൾ പറയുന്നത് മഷ്റഖ് റീജിയൻ എന്നും, സൗദി അറേബ്യ, യമൻ, ഒമാൻ എന്ന് പറയുന്ന റീജിയന് ഗൾഫ് റീജിയൻ എന്നും ആണ് പറയുന്നത്. സോ മഗ്രെബ് റീജിയൻ വരുന്നത് മൗറീഷ്യാന, മൊറോക്കോ, ഓൾജീരിയ, ലിബിയ. മഷ്റഖ് റീജിയൻ വരുന്നത് ഈജിപ്റ്റ്, സുഡാന്, സിറിയ, ഇറാഖ്. ഗൾഫ് റീജിയൻ എന്ന് പറയുന്നത് സൗദി അറേബ്യ, യമൻ, ഒമാൻ ആണ്. ഇത് മാഗ്രെബ് ഒരു ഇമ്പോർട്ടന്റ് റീജിയൻ ആണ്. കാരണം മൗറീഷ്യാനയൊക്കെ ആയാലും ഓൾജീരിയ ആയാലും ഒക്കെ ന്യൂസിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്, ടുണീഷ്യ ഒക്കെ. സോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ദേ ആർ ബോർഡറിങ് മെഡിറ്ററേനിയൻ സീ. മെഡിറ്ററേനിയൻ സീ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. സോ ദേ ആർ ബോർഡറിങ് മെഡിറ്ററേനിയൻ സീ. അതുകൊണ്ട് മാഗ്രെബ് റീജിയൻ ഏത് പാർട്ടാണെന്ന് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അടുത്തത് ആഫ്രിക്കയുടെ ഗ്രീൻ വാൾ ഇനിഷ്യേറ്റീവ് ആണ്. അത് ആഫ്രിക്കൻ യൂണിയൻ ആണ് ഈ ഒരു
ഇനിഷ്യേറ്റീവ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏത്? ആഫ്രിക്കൻ ഗ്രേറ്റ് ഗ്രീൻ വാൾ ഇനിഷ്യേറ്റീവ്. ആഫ്രിക്കയിലെ ഗ്രേറ്റ് ഗ്രീൻ വാൾ ഇനിഷ്യേറ്റീവ് അത് വരുന്നത് ആഫ്രിക്കൻ യൂണിയൻ ആണ് ഇത് പ്രപ്പോസ് ചെയ്യുന്നത്. ഏത്? ആഫ്രിക്കാസ് ഗ്രേറ്റ് ഗ്രീൻ വാൾ ഇനിഷ്യേറ്റീവ്. ഇത് കവർ ചെയ്യുന്നത് നമ്മുടെ സാഹിൽ റീജിയനെയാണ്. ഈ ഒരു ലൈൻ പോയിരിക്കുന്ന ഈ ഒരു റീജിയനാണ് എന്ത് കവർ ചെയ്തിരിക്കുന്നത്? ആഫ്രിക്കാസ് ഗ്രേറ്റ് ഗ്രീൻ വാൾ ഇനിഷ്യേറ്റീവ്. മറ്റൊന്നും അല്ല ഇത് ഉദ്ദേശിക്കുന്നത്, സഹാറ ഡെസേർട്ടിന്റെ എക്സ്റ്റൻഷനെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് സഹാറ ഡെസേർട്ട്. സോ അത് എക്സ്റ്റൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെടികൾ വച്ച് പിടിപ്പിക്കുക, ഫോറസ്റ്റേഷൻ പ്രോഗ്രാം നടത്തുക, ഫോറസ്റ്റേഷൻ പ്രോഗ്രാംസ് നടത്തുക. അതാണ് ആഫ്രിക്കാസ് ഗ്രേറ്റ് ഗ്രീൻ വാൾ ഇനിഷ്യേറ്റീവ് ബൈ ആഫ്രിക്കൻ യൂണിയൻ. സോ ഏതൊക്കെ കൺട്രീസ് ആണ് സാഹിൽ റീജിയനിൽ വരുന്നത്? അതാണ് ഇമ്പോർട്ടന്റ്. ഏതൊക്കെ റീജിയനായിരിക്കും വരുന്നത്? സെനഗൽ വരുന്നുണ്ട്, മൗറീഷ്യാന വരുന്നുണ്ട്, മാലി വരും, നൈജർ വരും, ചഡ് വരും, സുഡാൻ ഉണ്ട്, നൈജീരിയ ഉണ്ട്, ബുർക്കിന ഫാസോ ഉണ്ട്. സോ ഈ ഒരു ഇത്രയും കൺട്രീസിനെ പഠിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം സാഹിൽ റീജിയൻ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോഴും സാഹിൽ റീജിയൻ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് മാലി, നൈജർ, ബുർക്കിന ഫാസോയിലൊക്കെ ഇപ്പോൾ കറന്റ്ലി പൊളിറ്റിക്കൽ ടേമോയിൽ നടക്കുന്ന ഏരിയയാണ്. സോ സാഹിൽ റീജിയനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റഡ് ആണ് ഇപ്രാവശ്യത്തെ UPSC എന്ന്. ആൻഡ് ഗ്രേറ്റ് ഗ്രീൻ വാൾ ഇനിഷ്യേറ്റീവ് ഒന്ന് ഓർത്തു വയ്ക്കുക, ആഫ്രിക്കൻ യൂണിയൻ ആണ് അത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. എന്തിനാണത്? സഹാറ ഡെസേർട്ടിന്റെ എക്സ്റ്റൻഷനെ ലിമിറ്റ് ചെയ്യുക. എങ്ങനെ ചെയ്യുക? അഫോറസ്റ്റേഷൻ വഴി ചെയ്യുക. അതാണ് മെയിൻ എയിം എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് എന്തായിരിക്കും? ഇത് നമ്മുടെ സാഹിൽ കൺട്രീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഏതൊക്കെയാണ് സാഹിൽ കൺട്രീസ് എന്നുള്ളത്. കൂപ്സ് ഞാൻ പറഞ്ഞു, നമ്മുടെ മാലി ആയാലും നൈജർ ആയാലും ബുർക്കിന ഫാസോ ആയാലും എല്ലാം ന്യൂസിൽ നിൽക്കുന്ന ഒരു പർട്ടിക്കുലർ ഏരിയ ആണ്. എന്തുകൊണ്ടാണ് ഒരു ന്യൂസിൽ നിൽക്കുന്നത്? സുഡാൻ ഇൻക്ലൂഡഡ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? എത്യോപ്യ, സുഡാൻ ഒക്കെ ന്യൂസിൽ നമ്മൾ കാണുന്ന കോൺഫ്ലിക്റ്റഡ് ഏരിയാസ് ആണ്. കൂപ്സ് നടക്കുകയാണ് ഇവിടെയൊക്കെ. എന്തുകൊണ്ടായിരിക്കും കൂപ്സ് നടക്കണം? മിലിറ്ററി കൂപ്സ് എന്താണ് സംഭവം? ഒന്നെങ്കിൽ റീസൺ കുഡ് ബി എന്തായിരിക്കും? ഈ പറഞ്ഞിരിക്കുന്ന വീക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫോറിൻ പ്ലെയേഴ്സ് അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോഴത്തേക്കും വരുന്ന കാര്യമാകാം. അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം? ആൾക്കാർക്ക് തന്നെ ഡെമോക്രാറ്റിക് പ്രോസസ്സ് വേണം, ഒരു ട്രാൻസിഷൻ വേണം എന്ന് തോന്നിയിട്ട് അവര് ഒരു വയലൻസ് ഇൻസർജൻസിലേക്ക് പോവുകയും പിന്നീട് അതൊരു മിലിറ്ററി കൂപ്പായിട്ട് മാറുകയും ചെയ്യുന്നതാകാം. അല്ല, ടെററിസം ആകാം റീസൺ, എക്കണോമിക് ഹാർഡ്ഷിപ്സ് ആകാം കാരണം, ഇൻഫ്ലേഷൻസ്. ഇതൊക്കെ എന്താണ്? വൺ ഓഫ് ദി റീസൺ ഫോർ ലീഡിങ് ടു എ മിലിറ്ററി കൂപ്പ്. മിലിറ്ററി കൂപ്പ് എന്താണെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്? ഇല്ലീഗൽ ഓവർത്രോ ഓഫ് എ ഗവൺമെന്റ് ബൈ മിലിറ്ററി ഫോഴ്സസ്. ആൻഡ് ആഫ്രിക്കയിൽ കഴിഞ്ഞ 1950 തൊട്ട് എടുക്കുകയാണെങ്കിൽ ഏകദേശം 200-ൽ പരം മിലിറ്ററി കൂപ്സ് നടന്നിട്ടുണ്ട്. ആൻഡ് നമ്മളിപ്പം ഈ ഒരു ടേബിളിൽ കാണിക്കുന്നത് കറന്റ്ലി ഏതൊക്കെ രാജ്യങ്ങളിലാണ് അത് പോകുന്നത്. മാലിയിലുണ്ട്, ബുർക്കിന ഫാസോയിലുണ്ട്, നൈജറിലുണ്ട്, സുഡാനിലുണ്ട്, ഗാബോണിലുണ്ട്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും കൂപ്സ് നടക്കുന്നത്? സ്ഥിരമായിട്ട് ആഫ്രിക്കയിൽ കൂപ്സ് എന്തുകൊണ്ടായിരിക്കും നടക്കുന്നത്? ആഫ്രിക്ക നിങ്ങൾക്ക് അറിയാം, അതൊരു കൊളോണിയൽ പവർ ഇരുന്ന ഒരു സ്ഥലമാണ്. കൊളോണിയൽ പവർ അല്ല, കോളനീസ് ഭരിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഏത്? ഈ ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ ഈ മാലി ആയാലും ബുർക്കിന ഫാസോ ആയാലും നൈജർ ആയാലും എല്ലാം കോളനീസ് ആയിരുന്നു. ഫ്രഞ്ചിന്റെയും ബ്രിട്ടീഷിന്റെയും ഒക്കെ ടെറിട്ടറീസ് ആയിരുന്നു. സോ അവർ പോയപ്പോഴത്തേക്കും എത്നിക് ഗ്രൂപ്പ്സിനെ ഒട്ടും തന്നെ വകവയ്ക്കാതെയാണ് ഇവരുടെയൊക്കെ ബോർഡർ വരച്ചിരിക്കുന്നത്. ആർബിട്രറി ബോർഡർ ഡ്രോയിങ് ആയിരുന്നു നടന്നിരുന്നത്. ഇത് പിന്നീട് എത്നിക് ക്ലാഷസും ടെൻഷൻസും ഉണ്ടാക്കുകയും കോൺഫ്ലിക്ട്സിലോട്ട് ലീഡ് ചെയ്യും, വിച്ച് സ്റ്റിൽ പേഴ്സസ്. നമ്മൾ ഏതൊരു റീജിയൻ എടുത്തു നോക്കിയാലും നമുക്ക് അവിടെ ഒരു എത്നിക് കോൺഫ്ലിക്റ്റ് കാണാൻ പറ്റും. കാരണം ഇറ്റ്സ് ഡേറ്റിംഗ് ബാക്ക് ടു ദി കൊളോണിയൽ ഇറ. ആൻഡ് വേറൊരു കാര്യമുള്ളത്, ഈ ഫ്രഞ്ചിന്റെ ടെറിട്ടറി ഞാൻ പറയാം, മാലിയും ബുർക്കിന ഫാസോയും നൈജറും ഒക്കെ ഫ്രഞ്ച് കോളോണിയൽ ടെറിട്ടറീസ് ആയിരുന്നു. ഇപ്പോഴും ഫ്രഞ്ചിന് അവിടെ ഒരു സേ ഉണ്ട്. പക്ഷെ പുതിയ ആൾക്കാർ വരുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യും? അവർ ഓവർത്രോ ചെയ്യാൻ തോന്നും. വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് മറികടന്ന് അവരുടെ എത്നിക് ആയിട്ടുള്ളത് രീതിയിലേക്കുള്ള ഒരു ഭരണാധികാരി വരണമെന്നും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു റൂൾ വരണമെന്നും അവർ ആഗ്രഹിക്കും. അങ്ങനെയാണ് വൺ ഓഫ് ദി റീസൺ ഫോർ ദീസ് കൂപ്സ് എന്ന് പറയുന്നത്. സോ എന്ത് പറ്റും എന്ന് വെച്ചാൽ, നമ്മുടെ ഫ്രാൻസിന് ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും അവിടെ ഒരു സേ ഉണ്ടെന്ന്. ഫ്രാൻസ് അവിടെ മിലിറ്ററി പ്രസൻസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് മാലിയും ബുർക്കിന ഫാസോ. പിന്നീട് അവർ ഔട്ട്സ്റ്റേറ്റ് ആവുകയും ഫ്രാൻസ് ഇവിടെ വിട്ട് പോവുകയും വെളിയിൽ പോവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു വാക്യൂം ക്രിയേറ്റ് ആവും. ഈ വാക്യൂമിലോട്ട് റഷ്യയും ചൈനയും വരികയും ചെയ്യുന്നു. റഷ്യയുടെ വാഗ്നർ ഗ്രൂപ്പ് ഇതിലോട്ട് ഫോറിൻ ഇൻഫ്ലുവൻസ് ചെലുത്തുകയും ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലൂടെ ചൈനയ്ക്കും ആഫ്രിക്കയിൽ ഒരു സേ വന്നിട്ടുണ്ട്. സോ ഒരു ആഫ്രിക്കൻ റീജിയൻ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ പവർ ആണ് ബിറ്റ്വീൻ ദി USA, യൂറോപ്പ്, വെസ്റ്റേൺ അലയൻസ് ആൻഡ് ദി റഷ്യ, ചൈന. ഈ മാലി, നൈജർ, ബുർക്കിന ഫാസോ എന്ന് പറഞ്ഞ റീജിയൻ ഉണ്ടല്ലോ, ഇവര് മൂന്നുപേരും കൂടെ ഒരു അലയൻസ് ഓഫ് സാഹിൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു
അലയൻസ് ഫോം ചെയ്തിട്ടുണ്ട് 2023. ഈ അലയൻസ് വേറൊന്നുമല്ല, അതൊരു പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് അലയൻസ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇവർ മീൻ ചെയ്യുന്ന വേറൊന്നുമല്ല, നമ്മൾ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ആക്രമിക്കും. ഇതാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് നാറ്റോയിലെ ആർട്ടിക്കിൾ 5 എന്താ പറയുന്നത്? ഞങ്ങൾ കളക്റ്റീവ് ഡിഫൻസ് ആണ്. ഞങ്ങൾ ഒരാൾ ആക്രമിച്ചാൽ ഞങ്ങൾ എല്ലാവരും എന്ത് ചെയ്യും? ഞങ്ങൾ തിരിച്ച് ഒന്നിച്ച് ആക്രമിക്കും. അത് തന്നെയാണ് മാലി, നൈജർ, നൈജീരിയ, ബുർക്കിന ഫാസോ പറയുന്നത്. ഈ 3 കൺട്രീസ് ആണ് തൽക്കാലം ഉള്ളത്. പിന്നെ വേറൊരു റീസണും കൂടെ ഉണ്ട്. ഇവർ 3 പേര് മാത്രമായിട്ടൊരു അലയൻസ് ഓഫ് സാഹിൽ സ്റ്റേറ്റ് ഉണ്ടാക്കിയ കാരണം എക്കോവാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിംഗ് ഉണ്ട്. എക്കോവാസ് നമുക്ക് കാണാം. എക്കോവാസ് എന്ന് പറയുന്നത് എക്കണോമിക് കമ്മ്യൂണിറ്റി ഓഫ് വെസ്റ്റ് ആഫ്രിക്കൻ സ്റ്റേറ്റ്സ്. ഇതാണ് എക്കോവാസിന്റെ മാപ്പ് എന്ന് പറയുന്നത്. ഇത്രയും കൺട്രീസ് ഇൻക്ലൂഡഡ്, വെസ്റ്റ് ആഫ്രിക്കയിലുള്ള 15 കൺട്രീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പിംഗ് ആണ് എന്ത്? എക്കോവാസ്, എക്കണോമിക് കമ്മ്യൂണിറ്റി ഓഫ് വെസ്റ്റേൺ ആഫ്രിക്കൻ സ്റ്റേറ്റ്. ഇവർ പറഞ്ഞു ഇവര് എക്കണോമിക് ഇത് മാത്രമല്ല, അവരൊരു റീജിയണൽ സെക്യൂരിറ്റിയും കൂടെ നോക്കുന്ന ഒരു ഗ്രൂപ്പിംഗ് ആണ്. ഇവർ പറഞ്ഞു ഇങ്ങനെ മാലിയിലും ബുർക്കിന ഫാസോയിലും ഒക്കെ കൂപ്സ് വന്നപ്പോൾ പറഞ്ഞു നമ്മളുടെ മിലിറ്ററി ഇന്റർവെൻഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, കാരണം ഞങ്ങൾക്ക് അവിടെ പീസ്, കോൺഫ്ലിക്റ്റഡ് ഏരിയയിൽ പീസ് കൊണ്ടുവരേണ്ടതുണ്ട്. സോ വി വിൽ ഗിവ് മിലിറ്ററി ഇൻട്രൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. സോ വാട്ട് ദേ ഡിഡ് വാസ്, മാലിയും ബുർക്കിന ഫാസോയും നൈജറും കൂടെ തീരുമാനിച്ചു വി ആർ എക്സിറ്റിംഗ് ഫ്രം എക്കോവാസ്. നമ്മൾ എക്കോവാസിന്റെ മെമ്പർ ആണെങ്കിലല്ലേ നിങ്ങൾക്ക് വന്ന് ഞങ്ങളെ മിലിറ്ററിയിൽ ഇൻട്രൂഷൻ ചെയ്യാൻ പറ്റൂ. വി ആർ നോട്ട് യുവർ മെമ്പർ ആൻഡ് വി ആർ ഫോമിംഗ് എ ന്യൂ അലയൻസ് വിച്ച് ഇസ് എ മിലിറ്ററി ആൻഡ് പൊളിറ്റിക്കൽ അലയൻസ് ആൻഡ് ദാറ്റ് ഇസ് AES, which is Alliance of Sahel States. So നിങ്ങൾക്ക് അലയൻസ് ഓഫ് സാഹിൽ സ്റ്റേറ്റ് എന്തുകൊണ്ട് ഫോം ചെയ്തു എന്നും അതിന്റെ ബാക്ക്ഗ്രൗണ്ടും എക്കോവാസിന്റെ ഇമ്പോർട്ടൻസും നിങ്ങൾക്ക് മനസ്സിലായി കാണും. സോ അതാണ് നമ്മുടെ കൂപ്സ്. ആൻഡ് ദെൻ മൊസാംബിക് റീജിയനിലോട്ട് പോവാം. മൊസാംബിക് റീജിയനിൽ UPSCയിലെ ക്വസ്റ്റ്യൻസ് നോക്കാൻ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഏരിയ ആണ് ഇത്, കാബോ ഡെൽഗാഡോ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ. ആൻഡ് ഇവിടെ കാബോ ഡെൽഗാഡോ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അത് നമ്മുടെ മൊസാംബിക്കിലുള്ള ഒരു റീജിയൻ ആണ്. ഇവിടെ ജിഹാദിസ്റ്റ് മൂവ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ എക്കണോമിക് ക്രൈസിസും പൊളിറ്റിക്കൽ ക്രൈസിസും എത്നിക് കോൺഫ്ലിക്ട്സും ഒക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ്. സോ ഇറ്റ് ഈസ് ഓഫൻ മെൻഷൻഡ് ഇൻ ദ ന്യൂസ്. അത് കഴിഞ്ഞ് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് സുഡാൻ. സുഡാൻ ഏരിയ ആണ് നമ്മൾ ഇനി കവർ ചെയ്യാൻ പോകുന്നത്. സുഡാൻ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കും, ന്യൂസിലൊക്കെ കേട്ടിട്ടും ഉണ്ടായിരിക്കും സുഡാനിൽ നടക്കുന്ന കാര്യങ്ങൾ. സോ സുഡാനിൽ ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് സുഡാന്റെ ബോർഡറിംഗ് കൺട്രീസ് ഏതൊക്കെയാണ്. സുഡാനിലെ ബോർഡറിംഗ് കൺട്രീസ് ഏതൊക്കെയായിരിക്കും? ഈജിപ്റ്റ് ഉണ്ട്. മാപ്പിംഗ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈജിപ്റ്റ് ഉണ്ട്. ഈജിപ്റ്റ് നോർത്തേൺ സൈഡിൽ ഈജിപ്റ്റ് വന്നു. ഇപ്പുറത്ത് ലിബിയ ഉണ്ട്. അത് കഴിഞ്ഞ് ചഡ് വരും. താഴെ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കും സൗത്ത് സുഡാനും വരും. എത്യോപ്യ വരും. എറിട്രിയ വരും. റെഡ് സീയിലോട്ട് നമ്മുടെ സുഡാന് ഓപ്പണിംഗ് ഉണ്ടോ? റെഡ് സീയിലോട്ട് റെഡ് സീയിൽ എന്തെങ്കിലും ഓപ്പണിങ്ങോ എന്തെങ്കിലും പോർട്ടോ സുഡാനുണ്ടോ? നിങ്ങൾക്ക് ഇവിടെ കണ്ടറിയാം. ഇവിടെ ഒരു പോർട്ട് സുഡാൻ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. പോർട്ട് സുഡാൻ എന്ന് പറയുന്നത് സുഡാന്റെ തന്നെ പോർട്ടാണ്. അത് റെഡ് സീയിലാണ് വരുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. റെഡ് സീയിലാണ് ഏത് വരുന്നത്? പോർട്ട് സുഡാൻ വരുന്നത്. ആൻഡ് റെഡ് സീ അപ്പോൾ ഒരു ലാൻഡ് ലോക്ക് കൺട്രി അല്ല. റെഡ് സീ ഹാവ് ആൻ എക്സിറ്റ് ഇൻ വേർ റെഡ് സീ. ഇതാണ് ജിയോളജിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദി സുഡാൻ എന്ന് പറയുന്നത്. പക്ഷെ പൊളിറ്റിക്കൽ സിനാരിയോ ആണ് നമ്മളിപ്പോൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. ജിയോളജിക്കൽ അല്ല നമ്മൾ നോക്കുന്നത്, പൊളിറ്റിക്കൽ സിനാരിയോ ആണ്. പൊളിറ്റിക്കൽ സിനാരിയോയിൽ നിങ്ങൾക്ക് നോക്കാം, പല ഡിസ്ട്രിക്ട്സ് കാണാൻ പറ്റും, അല്ലെങ്കിൽ പല സ്റ്റേറ്റ്സ് കാണാൻ പറ്റും. ടാർഫുർ ഏരിയ കാണാം, നിങ്ങൾക്ക് കുർത്തുഫാൻ ഏരിയ കാണാം, ഖാർത്തൂം ഏരിയ ഉണ്ട്, ഇവിടെ വൈറ്റ് നൈൽ കാണാം. നോക്കുകയാണെങ്കിൽ ചില പെർട്ടിക്കുലർ ഏരിയ ഞാൻ ഭയങ്കര ഡാർക്ക് ആയിട്ടും ഡാർക്ക് ഓറഞ്ചും, ചില ഏരിയ ലൈറ്റ് ഓറഞ്ചും ആണ്. അതായത് ഇതാണ് കോൺഫ്ലിക്റ്റഡ് സോൺസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡാർഫുർ, കുർത്തുഫാൻ, ഖാർത്തൂം, വൈറ്റ് നൈൽ ഈ ഒരു ഏരിയയിലാണ് എന്താണ് മെയിൻലി നമ്മുടെ കോൺഫ്ലിക്ട്സ് നടക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു. സോ ഈ ഏരിയാസ് ഒക്കെ നിങ്ങൾ ന്യൂസിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടായിരിക്കും ഈ പ്ലേസസിന്റെ പേരുകളൊക്കെ. ഇനി എന്താണ് കോൺഫ്ലിക്റ്റിന് കാരണം? രണ്ടുപേരെ നിങ്ങൾ ഇതിനെ മനസ്സിലാക്കണം. ഒന്നെന്ന് പറഞ്ഞാൽ സുഡാൻ ആർമി ഫോഴ്സ് എന്ന് പറയും, SAF, സുഡാൻ ആർമീസ് ഫോഴ്സ്, സുഡാൻ ആർമി ഫോഴ്സ്. പിന്നെ ഒന്ന് വരുന്നത് നമ്മുടെ റാപ്പിഡ് സെക്യൂരിറ്റി ഫോഴ്സ്, ഈ രണ്ടുപേരും തമ്മിലാണ് എന്ത് വാർ നടക്കുന്നത്. ഈ റാപ്പിഡ് സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഒരു പവർ സ്ട്രഗിൾ ആണ് ഇവർ തമ്മിലുള്ളത്. ഒമാർ അൽ ബഷർ എന്ന് പറയുന്ന ആളാണ് എന്ത് സുഡാൻ ഭരിച്ചിരുന്നത്. ഏകദേശം 2019 വരെയും ഇയാളുടെ റൂളായിരുന്നു സുഡാനിൽ നടന്നത്. 2019 ഇയാൾ ഔട്ട്സ്റ്റഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? കൂപ്പിലൂടെ. ആരാണ്? RSF നയിക്കുന്ന ഒരു മിലിറ്ററി ഗ്രൂപ്പാണ് ഇവര്, മിലിറ്റിയ ഗ്രൂപ്പാണ്. ഇവരെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഭരിച്ചിരുന്ന ബഷർ അലീനെ എന്ത് ചെയ്യുന്നു, അൽ ബഷറിനെ എന്ത് ചെയ്യുന്നു? ഔട്ട്സ്റ്റഡ് ചെയ്യുന്നു. ഓക്കെ,
പിന്നെ ഒരു കാര്യം പറയുന്നത്, ഇവിടെ ഒരു എത്നിക് ടെൻഷനും ഈ ഒരു സുഡാൻ ഏരിയയിൽ നിൽക്കുന്നുണ്ട്. അറബും നോൺ അറബും തമ്മിലുള്ള ഒരു ടെൻഷൻ. അതായത് സുഡാനിൽ ഒരു അറബിയൻ പോപ്പുലേഷനും ഉണ്ട്, നോൺ അറബ് അതായത് എത്നിക് പോപ്പുലേഷനും ഉണ്ട്. ഇവർ തമ്മിലൊരു എത്നിക് കോൺഫ്ലിക്ട്സ് എവിടെ നിൽക്കുന്നുണ്ട്? സുഡാൻ പെർട്ടിക്കുലർ ഏരിയയിൽ നിൽക്കുന്നുണ്ട്. അപ്പം സുഡാൻ ആർമി ഫോഴ്സും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിലാണ് എന്ത് നടക്കുന്നത്? യുദ്ധം നടക്കുന്നത്, വാർ നടക്കുന്നത്. ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ പ്രസിഡന്റിനെ ഔട്ട്സ്റ്റേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് വരുന്ന ഒരു മിലിറ്ററി ഗ്രൂപ്പാണ്, ഒരു മിലിഷ്യ ഗ്രൂപ്പാണത്. ഇതില് UAEക്കും ഈജിപ്തിനും ഇറാനും ഒക്കെ ഒരു റോൾ ഇതിന് പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ സുഡാനിൽ നടക്കുന്ന മെയിൻലി ഇഷ്യൂ എന്ന് പറയുന്നത്. സോ സുഡാനിൽ നമ്മൾ പവർ സ്ട്രഗിൾ പറഞ്ഞു. ആം ഫോഴ്സസും മിലിറ്ററി ഗ്രൂപ്പ്സും തമ്മിൽ അവർക്ക് സുഡാൻ ഏരിയ വേണം, അതിലൊരു പവർ സ്ട്രഗിൾ ആണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഈ പ്രസിഡന്റ് ഒമാർ അൽ ബഷർ എന്ന് പറയുന്ന ആള് ഒരു ഓട്ടോക്രാറ്റിക് അതോറിറ്റേറിയൻ റൂളർ ആണ്. അപ്പോൾ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സ് വേണം എന്നുള്ളത് ഒരു അജണ്ടയാണ് ആരുടെ? ഈ സുഡാനീസ് പീപ്പിളിന്റെ. പക്ഷെ അതിന് ഇപ്പൊ ഉള്ളത് ഒരു വയലൻസ് ഇറപ്ഷൻ ആണ് ഇപ്പം നടക്കുന്നത്. മേ ബി ഇൻ ദി ലേറ്റസ്റ്റ് സ്റ്റേജ് അതൊരു പീസ്ഫുൾ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിലേക്ക് അവർ എത്തുമായിരിക്കാം. പിന്നെ വരുന്നത് എത്നിക് ആൻഡ് റീജിയണൽ ടെൻഷൻ പറഞ്ഞു. കോമ്പറ്റീഷൻ ഓഫ് ദി റിസോഴ്സസ്, ഫോറിൻ ഇൻഫ്ലുവൻസ്. കാരണം DRCയിലെ ആവശ്യത്തിൽ കൂടുതൽ കൊബാൾട്ട് റിസോഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗോൾഡ് മൈനിങ് ഏരിയ ആണത്. സോ ഈ റിസോഴ്സസിന് മേലിൽ ആർക്കാണ് ആധിപത്യം എന്നുള്ളതും ഒരു ടെൻഷനും ഇടയാക്കുന്ന ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് പറയുന്നതാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. സോ സുഡാനിൽ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. സുഡാനിൽ വരികയാണെങ്കിൽ സുഡാനിന്റെ ഏതൊക്കെയാണ് ബോർഡറിംഗ് കൺട്രീസ് വരുന്നത്? ഈജിപ്ത് വരുന്നുണ്ട്, ലിബിയ വരുന്നുണ്ട്, ചഡ് വരുന്നുണ്ട്, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് താഴെ വരും, സാഹിൽ റീജിയൻ ആയിട്ടുള്ള സൗത്ത് സുഡാൻ വരും, ഇപ്പുറത്ത് എത്യോപ്യ, എറിട്രിയ, പിന്നെ റെഡ് സീ. ഇത്രയാണ് എന്തിന്റെ ഇതായിട്ട് വരുന്നത്? നമ്മുടെ സുഡാന്റെ ബോർഡറിംഗ് കൺട്രീസ്. ലിബിയൻ ഡെസേർട്ട് പാർട്ടാണ്. പിന്നെ വരുന്നത് ഡാർഫുർ റീജിയൻ വരുന്നുണ്ട്, ഖാർത്തൂം എന്ന് പറയുന്നുണ്ട്. റിവർ സിസ്റ്റം എന്ന് പറയുന്നത് നൈൽ റിവർ സിസ്റ്റം ആണ്. റെഡ് ഹിൽസ് ആണ്. പോർട്ട് എന്ന് പറയുന്നത് പോർട്ട് സുഡാൻ ഉണ്ട്. ഹിൽസ് പറയുകയാണെങ്കിൽ റെഡ് സീ ഹിൽസ് വരുന്നുണ്ട്, നൂബ മൗണ്ടൻസും വരുന്നുണ്ട്. സോ ഏകദേശം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ലിബിയൻ ഡെസേർട്ട് ഉണ്ട്, നൂബ മൗണ്ടൻസും റെഡ് സീ ഹിൽസും ഉണ്ട്. അവർക്ക് റിവർ സിസ്റ്റം എന്ന് പറയുന്നത് നൈൽ റിവർ സിസ്റ്റം ആണ്. സോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. നമ്മൾ സുഡാൻ നോക്കിക്കഴിഞ്ഞു, പിന്നെ സാഹിൽ റീജിയൻ നോക്കി. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്ന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ആണ്. അതിന്റെ ആദ്യം നമുക്ക് ഫിസിക്കൽ മാപ്പ് ഒന്ന് നോക്കാം. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് നമുക്ക് ബോർഡറിംഗ് കൺട്രീസ് ആദ്യം നോക്കാം. ഏതൊക്കെയാ? സൗത്ത് സുഡാൻ വരുന്നുണ്ട്, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് വരുന്നുണ്ട്, കോങ്കോ വരുന്നുണ്ട് അതിന്റെ വെസ്റ്റേൺ സൈഡില്, ആൻഡ് സദേൺ സൈഡ് നോക്കുകയാണെങ്കിൽ അങ്കോളയും സാംബിയയും വരുന്നുണ്ട്. വേറൊരു കാര്യമുള്ളത്, ഈ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഒരു ലാൻഡ് ലോക്ക് കൺട്രി ആണോ അല്ലയോ? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു വളരെ ചെറിയ ഒരു എക്സിറ്റ് കാണാം അറ്റ്ലാന്റിക് ഓഷ്യനിലോട്ട്. അപ്പൊ അതിനകത്ത് എന്താ? അതൊരു ലാൻഡ് ലോക്ക് കൺട്രി അല്ല, അതിനൊരു എക്സിറ്റ് ഉണ്ട്. ബനാമ എന്ന് പറഞ്ഞൊരു പോയിന്റിൽ അതിനൊരു എക്സിറ്റ് ഉണ്ട്. സോ ഇറ്റ്സ് നോട്ട് എ ലാൻഡ് ലോക്ക് കൺട്രി. ആൻഡ് ആ എക്സിറ്റ് വഴിയാണ് എന്ത് പോകുന്നത്? കോങ്കോ റിവർ എക്സിറ്റ് ചെയ്ത് അറ്റ്ലാന്റിക് ഓഷ്യനുമായിട്ട് ചേരുന്നത്. സോ പേരിൽ തന്നെ ഉണ്ട് കോങ്കോ റിവർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലൂടെ ഒഴുകുന്നുണ്ട് എന്നുള്ളത്. ആൻഡ് അറ്റ് ലാസ്റ്റ് അത് എക്സിറ്റ് ആവുന്നത് ഈ ഒരു ചെറിയ ഒരു സ്പേസിലൂടെയാണ് അറ്റ്ലാന്റിക് ഓഷ്യനിൽ ചെന്ന് എത്തുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ബോർഡേഴ്സ് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ന്യൂസിൽ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടായിരിക്കും ന്യൂസിൽ ഉണ്ടായിരിക്കുന്നത്? അപ്പൊ എന്തോ ഒരു എത്നിക് കോൺഫ്ലിക്ട് അവിടെ നടക്കുന്നുണ്ട്. എത്നിക് അല്ലെങ്കിൽ മിലിറ്ററി കോൺഫ്ലിക്ട്, എന്തായാലും അവിടെ ഒരു കോൺഫ്ലിക്ട് സിറ്റുവേഷൻ ഉണ്ട്. കാരണം ന്യൂസ് പേപ്പറിൽ സ്ഥിരമായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട്? വൈ ഇസ് ദിസ് ഇൻ ന്യൂസ്? നിങ്ങൾ പഠിക്കേണ്ട മെയിൻലി രണ്ട് കാര്യങ്ങളാണ്. സോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ബോർഡേഴ്സ് ആണ് നമ്മൾ ആദ്യം നോക്കിയത്. ഇനി ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഒരു കോൺഫ്ലിക്ട് അവിടെ ഉണ്ടായത്? വാട്ട് ഇസ് ദ റീസൺ? നമ്മൾ അറിയുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം DRC നമ്മൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ നെയ്ബറിംഗ് ആയിട്ടുള്ള കൺട്രീസ് ആണ് നമ്മൾ ആദ്യം നോക്കിയത്. ഞാൻ പറഞ്ഞു സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് ഉണ്ട്, സൗത്ത് സുഡാൻ ഉണ്ട്, കോങ്കോ ഉണ്ട്, അങ്കോള ഉണ്ട്, സാംബിയ ഉണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ചെറുതായിട്ട് ഉഗാണ്ട കാണാം നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് റാവണ്ട കാണാം, പിന്നെ ബർഗണ്ടി കാണാം, പിന്നെ തൻസാനിയ കാണാം. സോ നമ്മൾ DRCന്റെ നെയ്ബറിംഗ് കൺട്രീസ് ആണ് നോക്കിയത്. സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് ഉണ്ടെന്ന് പറഞ്ഞു, കോങ്കോ നമ്മൾ പറഞ്ഞു, പിന്നെ നമ്മൾ അങ്കോള പറഞ്ഞു, സാംബിയ പറഞ്ഞു, ടൻസാനിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടൻസാനിയനെ കാണാം വട്ടം വെച്ചിട്ട്, ടൻസാനിയ കാണാം. പിന്നെ
ബുറണ്ടീനെ കാണാം, റാവണ്ടെ കാണാം, ഉഗാണ്ടയെ കാണാം. സോ ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റാവണ്ടേന്റെ ഹിസ്റ്ററിയും കൂടെ അറിയേണ്ടത് അത്യാവശ്യമാണ്. അപ്പം 1994 എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ 1994 ടൈമില് റാവണ്ടൻ ജനോസൈഡ് നടക്കും. അത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. 1994 അത് നടക്കുന്നത്. ഈ ജനോസൈഡിലെ ഇതില് മെയിൻലി ജനോസൈഡ് എന്ന് പറയുന്നത് 2 ഗ്രൂപ്പ്സ് തമ്മിലാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ടുട്സി ഗ്രൂപ്പും 2 ഹുട്ടു ഗ്രൂപ്പും. ഓക്കെ, ടുട്സിയും ഹുട്ടു ഇവർ രണ്ടും പേരും തമ്മിലുള്ള ഒരു ക്ലാഷ് ആണ് എന്തിലോട്ട് നയിക്കുന്നത്? റവാണ്ടൻ ജനോസൈഡിലോട്ട് നയിക്കുന്നത്. പിന്നീട് ഈ ക്ലാഷ് വളർന്ന് പന്തലിച്ച് ഇപ്പൊ എന്താണ്ട് കറന്റ് സിറ്റുവേഷനിൽ പോലും ഈ ഒരു എത്നിക് ക്ലാഷിന്റെ റീസൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ എന്താണ് എത്നിക് ക്ലാഷ് ഇവർ തമ്മിലുള്ള? ഇവർ രണ്ടുപേരും എത്നിക് ഗ്രൂപ്പ്സ് ആണ്. ഈ റാവണ്ടൻ ജനോസൈഡ് സമയത്ത് ഈ ടുട്സി ഗ്രൂപ്പ് എന്ത് ചെയ്യും എന്ന് വെച്ചാൽ, ഹുട്ടു ഗ്രൂപ്പ് എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഹുട്ടു ഗ്രൂപ്പ് ലാർജ് സ്കെയിലില് ടുട്സിനെ മസാക്കർ ചെയ്യും. ഏകദേശം 8 ലക്ഷത്തോളം ടുട്സി ആൾക്കാർ അന്ന് കൊല്ലപ്പെടും ഈ ഒരു റിബലിയൻ കാരണം, ഈ ഒരു മാസ് മസാക്കർ ജനോസൈഡ് കാരണം. അങ്ങനെ എന്ത് പറ്റും എന്ന് വെച്ചാൽ ഈ ടുട്സി ഗ്രൂപ്പുകാര് ഇവര് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യും. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലോട്ട് ഇവരെന്ത് ചെയ്യും? മൈഗ്രേറ്റ് ചെയ്ത് വരും. മൈഗ്രേറ്റ് ചെയ്ത് വന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും എന്ത് പറ്റും എന്ന് വെച്ചാൽ, ഈ റാവണ്ട അപ്പം ഭരിച്ചിരുന്നത് ആരാ? ഹുട്ടു ഗ്രൂപ്പുകളാണല്ലോ. ഇവരെന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഇവരെ ഓവർത്രോ ചെയ്ത് ടുട്സി ഗവൺമെന്റ് തന്നെ വീണ്ടും അധികാരത്തിലേക്ക് വരികയും ചെയ്യും. ഈ ടുട്സി ഗ്രൂപ്പ് തിരിച്ച് അധികാരത്തിലേക്ക് വരുമ്പോൾ കുറച്ചു പേര് തിരിച്ച് പഴയ ഹോംലാൻഡിലോട്ട് പോവുകയും ബാക്കി പലരും എന്ത് ചെയ്യുക? തിരിച്ച് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് തിരിച്ച് ഈ ടുട്സി ഗ്രൂപ്പ് അധികാരത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇവര് ഈ ഹുട്ടു ഗ്രൂപ്പ് ഈ മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ പേടിച്ചിട്ട് എന്ത് ചെയ്യും? പേടിച്ചിട്ട് ഇവരെങ്ങോട്ടേക്ക് വരും? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലോട്ട് ഇവര് അഭയം പ്രാപിച്ച് വരും. ഇതാണ് സിറ്റുവേഷൻ. ഈ സിറ്റുവേഷൻ വരുമ്പോൾ ഇപ്പൊ എന്താണ്? മൈനോറിറ്റി ആയിട്ടുള്ള ടുട്സി ഗ്രൂപ്പിന്റെ അങ്ങോട്ടേക്ക് ആര് വരെയാണ്? ഹുട്ടു ഗ്രൂപ്പ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഒരു മെജോറിറ്റി ഹുട്ടു ഗ്രൂപ്പ് ആണ്, ഒരു ഹുട്ടു ഗ്രൂപ്പ് കൺട്രി ആണ്. അപ്പൊ അതിലേക്ക് മൈനോറിറ്റി ടുട്സി ഒളിച്ചോടി വന്നവരാണ്. അവരുടെ ഇതിലേക്ക് വീണ്ടും ആര് വരുന്നു? ഹുട്ടു ഗ്രൂപ്പ് വരുന്നു. ഇതൊരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷനിലോട്ട് നയിക്കുകയും അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻ 1994 കഴിഞ്ഞ് അവിടെ ഉടലെടുക്കുകയും ചെയ്യുന്നുണ്ട്. 1994 കഴിഞ്ഞ് അവിടെ ഉടലെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പീസ്ഫുൾ പ്രോസസ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഇവര് ടുട്സി ഗ്രൂപ്പുകാർ പറയും, ശരി ഞങ്ങൾ വയലൻസ് ഒക്കെ വിടാം, ഞങ്ങൾ ആംഡ് റെബലിയൻ ഒക്കെ വിടാം, കോൺഫ്ലിക്ട്സ് ഒന്നും ഞങ്ങൾക്കും താല്പര്യമില്ല, വി വിൽ ഗോ ഫോർ എ പീസ്ഫുൾ ടോക്ക്, പീസ്ഫുൾ നമ്മൾ ആംസ് ഒക്കെ സറണ്ടർ ചെയ്യാം, ബട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യണമെന്ന്. അങ്ങനെ ദേ വിൽ സൈൻ ആൻ എഗ്രിമെന്റ് ഓൺ മാർച്ച് 23. മാർച്ച് 23 ഇവരൊരു എഗ്രിമെന്റ് സൈൻ ചെയ്യും. അതാണ് M23 മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ പിന്നീട് അറിയപ്പെടുന്നത്. ഈ മാർച്ച് 23 സൈൻ ചെയ്യുന്ന എഗ്രിമെന്റിൽ പീസ്ഫുൾ ആയിട്ടുള്ളൊരു റിലേഷൻ എക്സിസ്റ്റ് ചെയ്യാം. അതായത് ടുട്സിക്ക് ഇനി തൊട്ട് പീസ്ഫുൾ ആയിട്ട് DRCയിൽ കഴിയാം എന്നതാണ് എന്ത് ആ എഗ്രിമെന്റോടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതൊരിക്കലും ഒരു ഫലപ്രാപ്തിയിലൊന്നും എത്തുന്നില്ല. അങ്ങനെ ഇവർ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ M23 എന്ന പേര് ഇവർ സ്വീകരിക്കും. എന്താണ് അവർ M23 കാണിക്കുന്നത്? അതായത് അന്ന് നമ്മളൊരു എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നു, വിച്ച് ഫെയിൽഡ് ടു ടേക്ക് ഓഫ് ആൻഡ് വി വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് എ DRC. നമ്മളെയും അംഗീകരിക്കണം, DRCയിലെ പാർട്ടാകണം എന്നുള്ളൊരു എയിമോടെ ടുട്സി മുന്നോട്ട് വരികയും അവരൊരു ആർമി ഗ്രൂപ്പ് ഫോം ചെയ്യും. അതിന് M23 എന്ന് പേര് പറയുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ DRCയിൽ നടക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്. DRCയിൽ നടക്കുന്ന സിറ്റുവേഷൻ. അപ്പോൾ ഇപ്പം 2 ആർമീസ് ആണ് ഇത് നയിക്കുന്നത്. ഒന്ന് FARDC എന്ന് പറഞ്ഞ കോൺഗോളീസ് ആർമീസ് ഉണ്ട്, അവരും പിന്നെ നമ്മുടെ M23 എന്ന് പറയുന്നത് തന്നെ ഈ കോൺഗോളീസ് ആർമിയിൽ നിന്നും ഉണ്ടായ വെറ്ററൻസ് ചേർന്ന് ഉണ്ടാക്കിയ ഒരു ആംഡ് ഗ്രൂപ്പ് ആണെന്ന് പറയാം, റിബൽ ഗ്രൂപ്പ് ആണെന്ന് പറയാം. ഇതിൽ എഴുതിയിട്ടുണ്ട് ഇവര് 2022 ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? M23 ഒരു മാസീവ് ആയിട്ടുള്ളൊരു ഒഫൻസീവ് അറ്റാക്ക് തന്നെ നടത്തി. അത് സ്ട്രാറ്റജിക് ടൗൺ നിയർ ഗോമയിലാണ് ഇവര് ചെയ്യുന്നത്. ഇപ്പൊ ഗോമ, നോർത്ത് കിവു, സൗത്ത് കിവു, ഇറ്റൂരി ഇങ്ങനെയൊക്കെ റീജിയൻസ് നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. ഈ നോർത്ത് കിവു എന്ന് പറയുന്ന റീജിയൻ വരുന്നത് ഏകദേശം ഇവിടെയാണ്. നോർത്ത് കിവു വരുന്നത് ഈ ഒരു ഏരിയ ആണ് നോർത്ത് കിവുവിന്റെ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയാണ് സൗത്ത് കിവു വരുന്നത്, ഇവിടെയാണ് നോർത്ത് കിവു വരുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ ഗോമ കാണാം, പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു നോർത്ത് കിവുവിന്റെ ഏരിയയിലാണ് എന്ത് വരുന്നത്? ഇറ്റൂരി റീജിയൻ വരുന്നത്. ഇവിടെയാണ് നോർത്ത് കിവുവിന്റെ ഏരിയയിലാണ്. ഈ ഒരു ഏരിയയിലാണ് എന്ത് വരുന്നത്?
ഇറ്റൂരി റീജിയൻ വരുന്നത്. ഇപ്പൊ ഗോമ നോക്കി, ഇറ്റൂരി റീജിയൻ നോക്കി, സൗത്ത് ക്യൂബ് നോക്കി, നോർത്ത് ക്യൂബ് നോക്കി. ഓക്കെ, നമ്മൾ പിന്നെ നോക്കിയത് അതിന്റെ ബോർഡറിംഗ് കൺട്രീസ് നോക്കി. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ സൗത്ത് സുഡാൻ നോക്കി, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് ഉണ്ടെന്ന് പറഞ്ഞു, കോൺഗോ റിവർ ഉണ്ടെന്ന് പറഞ്ഞു, കോൺഗോ ഉണ്ടെന്ന് പറഞ്ഞു, അൻഗോള ഉണ്ട്, സാംബിയ ഉണ്ട്, ഇങ്ങോട്ട് വരുമ്പോൾ തൻസാനിയ ഉണ്ട്, ബറണ്ടി ഉണ്ട്, അതിന്റെ മേളിൽ റാവണ്ട ഉണ്ട്, അതിന്റെ മേളിൽ ഉഗാണ്ട ഉണ്ട്. റാവണ്ട ആയിട്ടായിരുന്നു ആർക്ക് ക്ലാഷ് വരുന്നത്? DRCക്ക് ക്ലാഷ് വരുന്നത്. സോ റാവണ്ട ഇപ്പോഴും റോള് പ്ലേ ചെയ്യുന്നുണ്ട് ഈ ഒരു എത്നിക് കോൺഫ്ലിക്ട് എന്നുള്ളതും പറയുന്നുണ്ട്. തോ റാവണ്ട അഗ്രി ചെയ്യുന്നില്ല, അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിലും UN റിപ്പോർട്ട് അനുസരിച്ച് റാവണ്ട ഈസ് ഇൻസ്റ്റിഗേറ്റിംഗ് എത്നിക് കോൺഫ്ലിക്ട് ഇൻ ദി DRC റീജിയൻ. ഓക്കെ, സോ പ്ലേസസ് ഇൻ ന്യൂസ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട DRCയിൽ ഒന്നും കൂടെ പറയാം. ഒന്ന് നോർത്ത് ക്യൂബ്, പിന്നെ ഒന്ന് വരുന്നത് സൗത്ത് ക്യൂബ്. ഇനി നമ്മൾ അവസാന പാർട്ടിലോട്ട് പോവാണ്. അതാണ് ഹോൺ ഓഫ് ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു റീജിയൻ. ഹോൺ ഓഫ് ആഫ്രിക്ക നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ ഏരിയനാണ് നമ്മൾ ഹോൺ ഓഫ് ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ സൊമാലി, ജിബൂട്ടി, എറിട്രിയ അടങ്ങുന്ന ഒരു റീജിയനെയാണ് നമ്മൾ ഹോൺ ഓഫ് ആഫ്രിക്ക എന്ന് പറയുന്നത്. ഇതിൽ എത്യോപ്യ എന്ന് പറഞ്ഞൊരു റീജിയൻ ഉണ്ട്. എത്യോപ്യ ഒരു ലാൻഡ് ലോക്ക് റീജിയൻ ആണ്. എത്യോപ്യക്ക് റെഡ് സീയിലോട്ട് എക്സിറ്റ് ഇല്ല, അത് ഓർത്തു വെക്കുക. എത്യോപ്യ ഒരു ലാൻഡ് ലോക്ക് റീജിയൻ ആണ്. എത്യോപ്യയുടെ മാപ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, എത്യോപ്യയില് അംഹാര എന്ന് പറഞ്ഞൊരു പ്ലേസും പിന്നെ ഇപ്പുറത്ത് വരികയാണെങ്കിൽ ഒറോമോ എന്ന് പറഞ്ഞൊരു സ്ഥലവും കാണാൻ പറ്റും അല്ലെ. ഒറോമോ എന്ന് പറഞ്ഞൊരു സ്ഥലം കാണാം നിങ്ങൾക്ക് ഇവിടെ. പിന്നെ അംഹാര എന്ന് പറഞ്ഞൊരു സ്ഥലവും കാണാം. ഈ അംഹാര, ഒറോമോ ഈ റീജിയൻ ഒക്കെയാണ് സ്ഥിരമായിട്ട് നിങ്ങൾ ന്യൂസിൽ കാണുന്ന ഏരിയ. കാരണം ഇതെല്ലാം സ്ഥിരമായിട്ട് കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻസ് ഉണ്ടാകുന്ന ഒരു ഏരിയ ആണ്. ഈ ഒറോമോ റീജിയനിലാണ് ഒറോമോ ലിബറേഷൻ ആർമി റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അതൊരു മിലിറ്റിയ ഗ്രൂപ്പാണ്. അവർ ഒറോമോ ഗ്രൂപ്പിൽ ആണ് കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കുന്നത്. അംഹാര റീജിയൻ, ടിഗ്രായി അംഹാര റീജിയനിലാണ് നമ്മുടെ ഫാനോ എന്ന് പറഞ്ഞിട്ട് ഒരു മിലിറ്റിയ ഗ്രൂപ്പ് ഉള്ളത്. സോ ഫാനോ വരുന്നത് അംഹാര റീജിയനിലും ഒറോമോ ഗ്രൂപ്പ് വരുന്നത് ഒറോമോ റീജിയനിലും. അവരുടെ ആർമിയുടെ പേരാണ് ഒറോമോ ലിബറേഷൻ ആർമി. ഇവരെല്ലാവരും എന്താണ് നോക്കുന്നത്? അവരവരുടെ എത്നിക് കമ്മ്യൂണിറ്റീനെ എന്ത് ചെയ്യുക, അവരവരുടെ എത്നിക് കമ്മ്യൂണിറ്റിയിൽ ഒരു പൊളിറ്റിക്കൽ പവർ കൊടുക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം. സോ ഒറോമോ ആയാലും അംഹാരയിലെ റീജിയനിലായാലും അവരെല്ലാവരും എത്നിക് ക്ലാഷസ് ആണ് മെയിൻ ആയിട്ട് ഈ റീജിയൻസ് ഒക്കെ നേരിടുന്നത്. ആൻഡ് ദേ വാണ്ട് പവർ പൊളിറ്റിക്സ് ആണ് മെയിൻലി ആഫ്രിക്കയിൽ ഇപ്പം നടക്കുന്നത് എന്ന് പറയാം. ഇനി ജോഗ്രഫിക്കൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജോഗ്രഫിയിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ലേക്ക് ടനയാണ്. ലേക്ക് ടനയുണ്ട്, ബ്ലൂ നൈൽ ഉണ്ട്, ലേക്ക് ടനയുണ്ട്. അപ്പൊ ഇത് രണ്ടും ഏരിയാസും ഒന്ന് ഓർത്തിരിക്കുക. ലേക്ക് ടനയെ ഓർത്തിരിക്കുക, ബ്ലൂ നൈലും ഓർത്തിരിക്കുക. ഓക്കെ, ബ്ലൂ നൈൽ അപ്പം നമ്മുടെ എത്യോപ്യ വഴി ഒഴുകുന്നുണ്ട്. റെഡ് സീയിലോട്ട് എത്യോപ്യയ്ക്ക് ബോർഡർ ഇല്ല, ഇതൊരു ലാൻഡ് ലോക്ക് കൺട്രി ആണ്. പിന്നെ ലേക്ക് ടന എന്ന് പറയുന്ന അവിടെ നിന്നാണ് ബ്ലൂ നൈൽ സ്റ്റാർട്ട് ആവുന്നത് കേട്ടോ. സോ നമ്മൾ ഏകദേശം കവർ ചെയ്തു ആഫ്രിക്കൻ റീജിയൻ നമ്മൾ ഏകദേശം കവർ ചെയ്തു. ലൈക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കി, ആ ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ആ ഏരിയാസിന്റെ മാപ്പ് വെച്ച് ഡിസ്കസ് ചെയ്തു. ഹോൾ ഓഫ് ആഫ്രിക്ക ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല, കാരണം അത് ഔട്ട്സൈഡ് ഓഫ് ദി സ്കോപ്പ് ആണ്. ഇത് നമ്മളിപ്പം മെയിൻലി എവിടെയാണ് റീജിയണൽ കോൺഫ്ലിക്ട്സ് നടക്കുന്ന ആ റീജിയനിലെ മാപ്പ് മാത്രം എടുക്കും. ആ മാപ്പിലെ സ്ഥലങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ നോക്കിപ്പോയിട്ട്. അതിന്റെ ഫിസിക്കലും നോക്കിയിട്ടുണ്ട്, പൊളിറ്റിക്കൽ ആസ്പെക്റ്റും നോക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് വാർ നടക്കുന്നു ആൻഡ് ഫിസിക്കലില് എന്തൊക്കെയാണ് ജോഗ്രഫിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഇത് ഇത്രയാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഇനി ഇത് ഇത്രയും നോക്കിയത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാം. സോ ആദ്യം നമുക്ക് 2014 തന്നെ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 2014 ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉത്തരം പറയാം കേട്ടോ, പെട്ടെന്ന് തന്നെ പറയാന്നുള്ളേ ഉള്ളൂ. റീജിയൻസ് ഓഫൻ മെൻഷൻഡ് ഇൻ ദ ന്യൂസും കൺട്രീസും. ചെസ്നിയ ട്രൈബ് അത് വിട്ടേക്കാൻ നമ്മൾ എത്തിയിട്ടില്ല. അടുത്തത് ഡാർഫുർ ഏരിയ, മാലി എന്നാണ് പറയുന്നത്. ഡാർഫുർ ഏരിയ നമ്മൾ പറഞ്ഞു സുഡാൻ ഏരിയ ആണെന്ന് പറഞ്ഞു. അപ്പൊ അത് തെറ്റാണെന്ന് അറിയാം. ഓക്കെ, അപ്പൊ അത് വെട്ടിക്കഴിഞ്ഞാൽ തന്നെ ഉത്തരം എത്തും. കാരണം 3 നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു 3 സ്വാറ്റ് വാലി വരുന്നത് പാകിസ്ഥാനിലാണ്. അപ്പൊ പാകിസ്ഥാനിലാണ് സ്വാറ്റ് വാലി വരുന്നത്. അപ്പൊ 3 തെറ്റാണെന്ന് അറിയുമ്പോൾ തന്നെ എയിലോട്ട് എത്തും. അപ്പൊ ഡാർഫുർ മാലി ആണോ അല്ലയോ എന്ന് നിങ്ങൾ അറിയേണ്ട ആവശ്യകതയില്ല. പക്ഷെ എന്നാൽ പോലും നമ്മളിപ്പോ പഠിച്ചത് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 2014 ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ കവർ ചെയ്തത്. 2015 ക്വസ്റ്റ്യൻ. 2015
എബോള വൈറസ് ഞാൻ പറഞ്ഞു, എബോള വൈറസ് ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ആഫ്രിക്കൻ മാപ്പും ആഫ്രിക്കയിലെ കൺട്രീസും നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അത്യാവശ്യം പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. കാരണം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക, സിറിയയും ജോർദനും ആണ് അവർ ആദ്യത്തെ ഓപ്ഷൻ ആയിട്ട് തന്നിരിക്കുന്നത്. എബോള വൈറസ് ഒറിജിനേറ്റ് ചെയ്ത ആഫ്രിക്കയിൽ നിന്നാണെന്ന് അറിയാമെങ്കിൽ മാത്രം ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. സിറിയ ജോർദൻ ആണെങ്കിൽ എവിടെയാണ്? മിഡിൽ ഈസ്റ്റ് ആണ്, അപ്പൊ അതല്ല, വിട്ട. പിന്നെ ജിനിയ, സീറ ലിയോൺ, ലൈബീരിയ, ഇത് ആഫ്രിക്കൻ കൺട്രീസ് ആണോ? അല്ലേ, അത് ആഫ്രിക്കൻ കൺട്രീസ് ആണ്. അടുത്തത് ഫിലിപ്പൈൻസ്, പപ്പുവ ന്യൂ ഗ്വിനിയ, ഇത് എവിടെയാണ് വരുന്നത്? ഫിലിപ്പൈൻസ് ഇത് എവിടെയാ വരുന്നത്? ഇത് വരുന്നത് നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ്. അടുത്തത് വരുന്ന ജമൈക്ക, ഹൈത്തി, സുരിനാം. ജമൈക്ക, ഹൈത്തി, സുരിനാം. ജമൈക്ക, ഹൈത്തി, സുരിനാം എവിടെയാ വരുന്നത്? കരീബിയൻ സീയിലോട്ടാണ് വരുന്നത്. സോ അപ്പം ഓപ്ഷൻ ബി മാത്രമേ ഏതുള്ളൂ? ആഫ്രിക്കൻ കൺട്രീസ് ഉള്ളൂ. ജിനിയ വരുന്നുണ്ട്, സീറ ലിയോൺ വരുന്നുണ്ട്, ലൈബീരിയ വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് 2018 ക്വസ്റ്റ്യൻ ആണ്. 2018 ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം മെൻഷൻഡ് ഇൻ ദ ന്യൂസും കൺട്രീസ് ഏതൊക്കെയാണ്. നമ്മൾ പറഞ്ഞു ഒറോമിയാണ് നമ്മുടെ മെയിൻ എയിം എന്ന്. ഞാൻ അവസാനം പറഞ്ഞ് നിർത്തിയ കൺട്രിയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ എത്യോപ്യ. എത്യോപ്യയിൽ ഒറോമിയ ലിബറേഷൻ ആർമി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഒറോമിയ ലിബറേഷൻ ആർമി അപ്പൊ എവിടെയാണ് വരുന്നത്? എത്യോപ്യയാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് നൈജീരിയ ആണ്, അപ്പൊ അത് തെറ്റാണെന്ന് ഇപ്പൊ മനസ്സിലായി. നൈജീരിയ അല്ല, അത് വരുന്നത് എവിടെയാണ്? എത്യോപ്യയിലാണ്. സോ നമുക്ക് ബി ഓപ്ഷൻ 3 and 4 നമുക്ക് വെട്ടാം, അതുപോലെ ഡി ഓപ്ഷൻ 2 and 4 വെട്ടാം. അപ്പം എയും സിയിലും വന്ന് നിൽക്കും. ആൻഡ് അതിൽ നിന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇതിൽ എളുപ്പമാണ്. ക്രിമിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, റഷ്യ ഉക്രൈൻ വാറിൽ യൂഷ്വലി മെൻഷൻ ചെയ്ത ഒരു ഏരിയ ആണ് ഏത് ക്രിമിയ എന്ന് പറഞ്ഞത്. സോ അഫ്കോഴ്സ് സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 1 and 3 എന്നുള്ളൊരു ഓപ്ഷനിലോട്ട് എത്താൻ പറ്റും. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇത് 2018 ക്വസ്റ്റ്യൻ ആണ്. 2018 ക്വസ്റ്റ്യനിൽ ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു വേർഡ് കാറ്റലോണിയ, സ്പെയിൻ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. നമുക്കറിയില്ല, പക്ഷെ നമുക്ക് ഉത്തരം കിട്ടി, സ്പെയിൻ ആണെന്ന് തന്നെ നമുക്കിപ്പോൾ അറിയാം. ഇതൊന്ന് മനസ്സിൽ വെച്ചിരിക്കുക, കാരണം അടുത്ത സ്ലൈഡിൽ ഞാനിത് പറയാം എന്തിനാണ് മനസ്സിൽ വെക്കാൻ പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 2022 ക്വസ്റ്റ്യൻ ആണ്. 2022 നമ്മൾ അതിൻ്റെ ഒരു റെഫ്യൂജി സെറ്റിൽമെന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ബിഡി എന്ന് പറഞ്ഞൊരു റെഫ്യൂജി സെറ്റിൽമെന്റ് ഉണ്ട്. അത് നോർത്ത് വെസ്റ്റേൺ കെനിയയിലാണ് എന്നാണ് പറയുന്നത്. സം പീപ്പിൾ ഫ്ലഡ് ഫ്രം സൗത്ത് സുഡാൻ, അത് സിവിൽ വാർ, ഹു ലിവ് ഇൻ ബിഡി. സം പീപ്പിൾ ഫ്ലഡ് ഫ്രം സൊമാലിയ, ഹു ലിവ് ഇൻ ദാദാബ് റെഫ്യൂജി കോംപ്ലക്സ് ഇൻ കെനിയ. ഇതിലൊരു കാര്യം നോക്കേണ്ട നിങ്ങൾ, ഇത് നിങ്ങളിപ്പോ ബിഡി ഞാൻ പറഞ്ഞ സമയത്തൊന്നും ഞാൻ ഈ ഒരു റെഫ്യൂജി സെറ്റിൽമെന്റിനെ കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും അപ്പൊ പിന്നെ നമ്മളിത് എങ്ങനെ ഉത്തരം എഴുതുന്നത്? സോ അങ്ങനത്തെ ചോദ്യങ്ങളും വരും. എല്ലാം ഇപ്പൊ നമ്മൾ പഠിച്ച ചോദ്യങ്ങൾ തന്നെ വരണം എന്നില്ല. സോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ എങ്ങനെ ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ നോക്കാം. സോ ആദ്യം നിങ്ങൾ ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ഇതൊരു ലാർജ് റെഫ്യൂജി സെറ്റിൽമെന്റ് ആണ് ഇൻ നോർത്ത് വെസ്റ്റേൺ കെനിയ. ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ടില്ല ഇത് എവിടെയാണ് ഈ സെറ്റിൽമെന്റ് എന്നുള്ളത്. സോ യു ഡോണ്ട് നോ വെദർ ഇറ്റ്സ് ഇൻ കെനിയ ഓർ ഇറ്റ്സ് ഇൻ ഉഗാണ്ട ഓർ സം അതർ പ്ലേസ്, ഒക്കെ അറിയില്ല. നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ വായിക്കാം. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് സം പീപ്പിൾ ഹു ഫ്ലഡ് ഫ്രം സൗത്ത് സുഡാൻ സിവിൽ വാർ ലിവ് ഇൻ ബിഡി. ഓക്കെ, ചില പീപ്പിള് സൗത്ത് സുഡാൻ സിവിൽ വാറിൽ നിന്ന് പോയവര് ഇവിടെ ജീവിക്കുന്നുണ്ട്. ഓക്കെ, അതൊരു പോസിബിൾ ആണ്. നമ്മളവിടെ പോയി ഫുൾ സെൻസസ് ഒന്നും എടുക്കാൻ പോകുന്നില്ലല്ലോ, ഏതെങ്കിലും ഒരാൾ ജീവിച്ചാലും പോരും. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഒരു ജനറലൈസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് നോക്കാം. വീണ്ടും സം പീപ്പിൾ എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹു ഫ്ലഡ് ഫ്രം സിവിൽ വാർ ഇൻ സൊമാലിയ ലിവ് ഇൻ ദാദാബ് റെഫ്യൂജി കോംപ്ലക്സ് ഇൻ കെനിയ. അത് അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാം, സൊമാലിയയിൽ നിന്ന് ഫ്ലഡ് ചെയ്തു ഇവര് കെനിയയിൽ പോയി ജീവിക്കുന്നു. ഓക്കെ, അതൊരു പോസിബിൾ അല്ലേ? ഒരു സിവിൽ വാർ കഴിഞ്ഞു, നമ്മൾ ഇവിടെ നിന്ന് പോയി നമ്മൾ കെനിയയിൽ പോയി ജീവിക്കുന്നു. കാരണം കെനിയ ഇസ് ആൻ ആഫ്രിക്കൻ കൺട്രി, സൊമാലിയ ഇസ് ഓൾസോ ആൻ ആഫ്രിക്കൻ കൺട്രി. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാകാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. ആർക്കെങ്കിലും വന്നിട്ട് ഇല്ല പറ്റില്ല ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞ് ആർഗ്യൂ ചെയ്യാൻ പറ്റൂ? ഇല്ല. അങ്ങനെ ആലോചിച്ചാലും മതി. അങ്ങനെ ഒന്നും ഒരാൾക്ക് ആർഗ്യൂ ചെയ്ത് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുമോ എന്നുള്ള ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് അറിയാമില്ല, അങ്ങനെ ഒരാൾക്കൊന്നും ആർഗ്യൂ ചെയ്ത് ജയിക്കാനൊന്നും പറ്റില്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓപ്ഷൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എയില് 1 and 2, ബിയില് 2 ഒള്ളിയും, സിയില് 2 and 3യും, ഡിയില് 3 ഒള്ളിയാണ് കിടക്കുന്നത്. അതായത് 1, 2, 3 എന്നൊരു ഓപ്ഷൻ ഇല്ല. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ബിഡി എന്ന് പറയുന്നത് കെനിയയിലാണോ അതോ അല്ലയോ എന്ന് നിങ്ങൾ അറിയേണ്ട ആവശ്യകത ഈ 2022 ക്വസ്റ്റ്യനിൽ ഇല്ല. 2, 3 ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് 82 സി ആണ് എന്ന് മാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഞാൻ അങ്ങനെ ഇട്ടാണ്, ഞാൻ കവർ ചെയ്തിട്ടില്ല, എനിക്കറിയാം ഇത് കവർ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ഇട്ടതാണ്. സോ ഇങ്ങനെയും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 87 ചഡ് വെച്ചിട്ടുള്ള ചോദ്യം. ഓക്കെ, അത് നമ്മൾ കവർ ചെയ്തില്ല.
പക്ഷെ വേറൊരു കാര്യം കവർ ചെയ്ത് ചട്ടിന്റെ ഇന്റേണൽ കോൺഫ്ലിക്ട്സ് നടക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു. പക്ഷെ ചട്ടിൽ വേറൊരു കാര്യമുള്ളത്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചഡ് കണ്ടോ? ചഡ് എവിടെയാ? ചഡ് ഒരു ലാൻഡ് ലോ കൺട്രി ആയിട്ടാണല്ലോ നിങ്ങൾ ഇവിടെ കാണുന്നത്. മാപ്പിംഗ് അറിയാമെങ്കിലുള്ള ഗുണമാണ് ഈ പറയുന്നത്. ചഡ് ഒരു ലാൻഡ് ലോ കൺട്രി അല്ലേ? ലാൻഡ് നോക്കുക, നിങ്ങൾ ആരും നോക്കിക്കോ. ചഡ് ഒരു ലാൻഡ് ലോക്ക് ആണ്. ചഡിന് ചുറ്റും ആരൊക്കെയാ? ലിബിയ വരുന്നുണ്ട്, നൈജർ വരുന്നുണ്ട്, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, കാമറൂൺ, സുഡാൻ ഒക്കെ വരുന്നുണ്ട്. അവിടെ ആണ് നിങ്ങൾ ഈ UPSC ചോദിക്കുന്നത് ഒരു പെർമനന്റ് മിലിറ്ററി ബേസ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് തെറ്റാണ്. ഓക്കെ, അടുത്തത് വരുന്നത് ജിനിയനെ കുറിച്ചാണ്. ജിനിയയിൽ പറയുന്നത് സസ്പെൻഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഗവൺമെന്റ് ബൈ മിലിറ്ററി. അതൊരു പോസിബിലിറ്റി അല്ലേ? കാരണം ഞാൻ പറഞ്ഞു അവിടെ എത്നിക് കോൺഫ്ലിക്ട്സ് നടക്കുന്ന ഒരു ഏരിയയാണ്. എത്നിക് കോൺഫ്ലിക്ട്സ് നടക്കുന്ന ഒരു ഏരിയയിൽ അഫ്കോഴ്സ് കോൺസ്റ്റിറ്റ്യൂഷന്റെ സസ്പെൻഷനും ഗവൺമെന്റ് ബൈ മിലിറ്ററി ആയിരിക്കുമല്ലോ, മിലിറ്ററി ഗവൺമെന്റും ആയിരിക്കുമല്ലോ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾക്ക് ശരിയായിട്ട് എടുക്കാം. തേർഡ് ഓപ്ഷൻ ലെബനനിൽ സിവിയർ ആൻഡ് പ്രൊലോങ്ഡ് എക്കോണമിക് ഡിപ്രഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. സിവിയർ ആൻഡ് പ്രൊലോങ്ഡ് എക്കണോമിക് ഡിപ്രഷൻ ലെബനനിൽ ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ മിഡിൽ ഈസ്റ്റ് എടുത്തപ്പോൾ പറഞ്ഞു. അത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്നുള്ളത്. പിന്നെ വരുന്നത് ടുണീഷ്യ നിങ്ങൾ മാപ്പ് നോക്കുകയാണെങ്കിൽ ടുണീഷ്യ ഞാൻ പറഞ്ഞു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ കഴിഞ്ഞിട്ട്, സോറി അത് ടെൻസാനിയാണ് വരുന്നത്. ടുണീഷ്യ എന്ന് പറയുന്നത് ഇങ്ങനെ അറ്റം വരുന്ന ഒരു കൺട്രിയാണ്. അതാണ്ട് മെഡിറ്ററേനിയൻ സീയിൽ ബോർഡറുള്ള മൊറോക്കോയുടെ ഇപ്പുറത്ത്, മൊറോക്കോ ഓൾജീരിയ കഴിഞ്ഞ് ഇപ്പുറത്ത് വരുന്ന ഒരു കൺട്രിയാണ് എന്ത്? ടുണീഷ്യ. സോ ടുണീഷ്യയെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. ടുണീഷ്യയെ കുറിച്ച് പറയുന്നത് സസ്പെൻഷൻ ഓഫ് പാർലമെന്റ് ബൈ പ്രസിഡന്റ്. ടുണീഷ്യയിലും അത്യാവശ്യം എത്നിക് കോൺഫ്ലിക്ട്സ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ടുണീഷ്യ. നിങ്ങൾ ന്യൂസ് പേപ്പർ വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അവിടെയും കോൺഫ്ലിക്ട്സ് നടക്കുന്നുണ്ട്. സോ ഫോർത്ത് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഉത്തരം എന്തായി? സി. ഓൾ ത്രീ പെയർസ് ആർ കറക്റ്റ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അടുത്തത് 2023 ചോദ്യത്തിലോട്ട് വരികയാണെങ്കിൽ നോർത്ത് കിവുവും ഇട്ടൂരി ഞാൻ എവിടെ വെച്ചാണ് കവർ ചെയ്തത്? സുഡാൻ അല്ലെ? സുഡാനിലല്ലേ കവർ ചെയ്തേ? അപ്പം വാർ ബിറ്റ്വീൻ അർമേനിയ ആൻഡ് അസർബൈജാൻ എവിടെയുള്ള കൺട്രീസ് ആണ്? അത് ഏഷ്യൻ കൺട്രീസ് ആണ്. അപ്പം നോർത്ത് കിവു ഇട്ടൂരി എവിടെ വരുന്ന കൺട്രീസ് ആണ്? ആഫ്രിക്കൻ കൺട്രീസ് ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. അടുത്തത് നഗോർണോ കാരാബക് റീജിയൻ ഇൻസർജൻസി ഇൻ മൊസാംബിക്കിൽ ഞാൻ പറഞ്ഞത് നഗോർണോ കാരാബക് റീജിയൻ അല്ലല്ലോ, കാബോ അല്ലേ ഞാൻ പറഞ്ഞത്. അപ്പം അർമേനിയ ആൻഡ് അസർബൈജാന്റെ വാർ കോൺഫ്ലിക്റ്റ് ആണ് എന്ത്? നഗോർണോ കാരാബക്കിൽ നടക്കുന്നത്. ഓക്കെ, അടുത്തത് വരുന്നത് ഖെർസൺ സപ്പോറീഷ്യ പ്ലേസസ് ആണ്. ഇത് രണ്ടും വന്നിട്ട് ഇവിടെയാണ് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉള്ളത്. അപ്പൊ ഇത് ന്യൂസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. റഷ്യ ഉക്രൈൻ വാറിൽ നിങ്ങൾ എന്തായാലും കേട്ടിട്ടുള്ള രണ്ട് സ്ഥലങ്ങളായിരിക്കും ഏത്? ഖെർസോണും സപ്പോറീഷ്യ എന്ന് പറയുന്നതും. സോ അതും നിങ്ങൾക്ക് തെറ്റാണെന്ന് മനസ്സിലാവും. ഇതിൽ ഏതാ? തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താ? 93 എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി. ഇനി 98 നിങ്ങൾക്ക് കാണാം റീസെന്റ് ഇയറിൽ ഇവരെല്ലാവരിലും എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചട്ടില്, മാലിയില്, സുഡാനിലൊക്കെ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് റീസൺ? എന്താണ് റീസൺ എന്നാണ് ചോദ്യം. എന്താണ് റീസൺ? ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് റിച്ച് ഡെപ്പോസിറ്റ്സ് ഓഫ് റെയർ എർത്ത് മിനറൽസ് നമ്മൾ ഇവിടെ കണ്ടു. രണ്ടാമത് പറയുന്നില്ല ചൈനീസ് മിലിറ്ററി ബേസസ് ആണ് കാരണം എന്നുള്ളത്. മൂന്നാമത് നമ്മൾ പറഞ്ഞു സൗത്ത്വേർഡ് എക്സ്പാൻഷൻ ഓഫ് സഹാറ ഡെസേർട്ട് എന്ന്. നാലാമത് സക്സസ്ഫുൾ കൂപ്സ്. ഇത്രയും ഞാൻ വാതോരാതെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഓപ്ഷൻ ഏതാണെന്ന്. കാരണം ഇതൊക്കെ ഞാൻ പറഞ്ഞു ഇതെല്ലാം സാഹിൽ റീജിയനിൽ വരുന്ന കൺട്രീസ് ആണ്. സാഹിൽ റീജിയനിലാണ് ഇപ്പോൾ ഉള്ള എല്ലാ എത്നിക് കോൺഫ്ലിക്ട്സും നടക്കുന്നത്. സാഹിൽ റീജിയനാണ് മിൽക്കിയ ഗ്രൂപ്പ്സ് വരുന്നത്. വയലൻസ് ഇറപ്റ്റ് ചെയ്തിരിക്കുന്നത് സാഹിൽ റീജിയനിലാണ് സക്സസ്ഫുൾ കൂപ്സ് നടന്നിട്ടുള്ളത്. അപ്പം ഇതിന്റെ ഓപ്ഷൻ ഉത്തരം എന്താ? 98 ഉത്തരം ഡി, അതായത് സക്സസ്ഫുൾ കൂപ്സ്. അതാണ് 2023 ക്വസ്റ്റ്യന്റെ ഉത്തരം. ഓക്കെ, ഇനി 2024 ചോദിച്ചിട്ടുണ്ട് സാഹിൽ റീജിയൻ, അതായത് ചട്ടും ജിന്നിയും ഒക്കെ മാറ്റിയിട്ട് ഇവർ അതിനെ സാഹിൽ റീജിയൻ സെൻട്രലൈസ് ചെയ്തു. സാഹിൽ റീജിയനിൽ ഇൻസ്റ്റബിലിറ്റിയും വേഴ്സണിങ് സെക്യൂരിറ്റി സിറ്റുവേഷനും ഉണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, എല്ലാവർക്കും അറിയാം, കാരണം നമ്മൾ ഇത്രയും പഠിച്ചല്ലേ. അടുത്തത് സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറയുന്നത്? ദേ ഹാവ് ബീൻ മിലിറ്ററി ടേക്ക് ഓവേഴ്സ് ഓർ കൂപ്സ് ഇൻ സെവറൽ കൺട്രീസ് ഓഫ് ദി സാഹിൽ റീജിയൻ ഇൻ ദി റീസെന്റ് പാസ്റ്റ്. കറക്റ്റ് അല്ലേ? മിലിറ്ററി ടേക്ക് ഓവറും കൂപ്സും. നിങ്ങൾ 2024 എന്താ നടന്നതെന്ന് അറിയേണ്ട. നിങ്ങൾ 2023 ക്വസ്റ്റ്യൻ പേപ്പർ നേരെ നോക്കിയിട്ട് അതിന്റെ ആൻസർ കീ നേരെ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാന്നുള്ളതേ ഉള്ളൂ. സോ 91 ഓപ്ഷൻ എന്താവും? ഉത്തരം എന്താവും?
എ ആവും. സോ ഈസി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മാർക്ക് കിട്ടാവുന്ന ഒരു ചോദ്യമായിരുന്നു ഏത് നമ്മുടെ ഇൻസ്റ്റെബിലിറ്റി ഇൻ ദി സാഹിൽ റീജിയൻ ക്വസ്റ്റ്യൻ. സോ നമ്മളങ്ങനെ ആഫ്രിക്ക കവർ ചെയ്തു, മിഡിൽ ഈസ്റ്റ് കവർ ചെയ്തു. ആഫ്രിക്കയിൽ ഞാൻ ഒന്നും കൂടെ ഓട്ടിച്ച് പറയാം. ആഫ്രിക്കയിൽ നമ്മൾ ഏതൊക്കെയാണ് രാജ്യങ്ങൾ എന്ന് ആദ്യം നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ സഹാറ നോക്കി, സാഹിൽ റീജിയൻ നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ പ്ലേറ്റ് നോക്കി, റിവർ ബേസിൻസ് നോക്കി, റെഡ് സീ വരുന്നുണ്ട്, മെഡിറ്ററേനിയൻ സീ വരുന്നുണ്ട് അവിടെ. ആൻഡ് അവസാനം കലഹാരി ഡെസേർട്സ്. ഇങ്ങനെ ജോഗ്രഫിക്കലി ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. നിങ്ങളുടെ ജോഗ്രഫി പഠിക്കുമ്പോൾ നിങ്ങൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു പ്ലേസസ് ഏതൊക്കെയാണെന്ന്. ലൈക്ക് ചോദ്യം വരുമ്പോൾ നിങ്ങൾക്ക് അറിയണം അത് ആഫ്രിക്കയിൽ നിന്നാണ്. അങ്ങനെ നമ്മൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത് ടുണീഷ്യ, മഷ്റഖ് റീജിയൻ ഏതൊക്കെയാണെന്ന്. മാക്രബ് റീജിയൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ആഫ്രിക്കയിൽ തന്നെ നോർത്ത് ആഫ്രിക്കയിൽ നോർത്ത് വെസ്റ്റേൺ സൈഡിൽ വരുന്ന മേളില് ടോപ്പില് മൊറോക്കോ, അൾജീരിയ, ലിബിയ ആ ഒരു റീജിയനിൽ വരുന്നതിന് മാക്രബ് റീജിയൻ എന്നും, അത് കഴിഞ്ഞിട്ടുള്ള ഈജിപ്ത്, സുഡാൻ റീജിയനെ നിങ്ങൾ മഷ്റഖ് റീജിയൻ എന്നും പറയുന്നു. ഈ രണ്ട് ടേംസ് എന്തായാലും ഓർത്തു വയ്ക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയതാണ് ആഫ്രിക്കയുടെ ഗ്രേറ്റ് ഗ്രീൻ വാൾ ഇനിഷ്യേറ്റീവ്. ആഫ്രിക്കയുടെ ഗ്രേറ്റ് ഗ്രീൻ വാൾ ഇനിഷ്യേറ്റീവ് പോകുന്ന കൺട്രീസ് ഏതൊക്കെയാണെന്ന് നോക്കി. ആരാണ് ആഫ്രിക്കൻ യൂണിയൻ ആണെന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ റീജിയൻസിലൊക്കെയാണ് കൂപ്സ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഇതിൽ എന്തുകൊണ്ട് ഇവിടെയൊക്കെ കൂപ്സ് നടക്കുന്നത് എന്നുള്ളത് നോക്കി. ആൻഡ് ഇവര് കൂപ്സ് കഴിഞ്ഞിട്ട് ഈ റീജിയൻസ് ഒക്കെ ഒരു സാഹിൽ അലയൻസ് ഓഫ് സാഹിൽ ഇത് ഫോം ചെയ്തു. അലയൻസ് ഓഫ് സാഹിൽ സ്റ്റേറ്റ് ഫോം ചെയ്തു. ഒരു മിലിറ്ററി ആൻഡ് പൊളിറ്റിക്കൽ അലയൻസ് ആണ് ഫോം ചെയ്തിരിക്കുന്നവര്. അപ്പൊ ഇത്രയും നമ്മൾ നോക്കിയിട്ടുണ്ട് ഇതില്. ഇനി അടുത്തത് മിലിറ്ററി കൂപ്സ് നോക്കി, മൊസാംബിക്കിന്റെ നോക്കി, സിവിൽ വാർ നോക്കി, സുഡാൻ നോക്കി, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ നമ്മൾ നോക്കി, ആൻഡ് എത്യോപ്യ വരെ നമ്മൾ നോക്കി നിർത്തി.